കൈമാറുന്നു. തിരികേശങ്ങൾ പറയട്ടെ, നിങ്ങൾ എഴുതി വായിക്കണം. ഞങ്ങൾക്ക് അക്കൊന്നുമില്ല. കാരണം എന്താ അറിയോ, നിങ്ങൾ എഴുതി ഞങ്ങൾ വായിക്കുമ്പോൾ അതിലുള്ളൊക്കെ വായിക്കും. ഞങ്ങളത് കൂട്ടുവെക്കില്ല. ഞാൻ ഇടപെടൽ വേണാറിട്ടില്ല. ഇപ്പൊ തന്നെ തിരികേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് കഴിയുള്ളൂ എന്നല്ലേ? അത് ശരിയാണ്. റഷീദ് സഖാഫിക്ക് കഴിയുള്ളൂ. കാരന്തൂർ മർക്കസിലെ കേശങ്ങൾ റസൂലുള്ളാഹിന്റെ വല്ലെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് വാദകൊട്ടെ. അതിങ്ങനെ വാദാണത്. അത് നിങ്ങൾ മോഹല്ലേ? അത് കഴിയില്ല എന്ന് സമ്മതത്തിൽ കാണിച്ചതാ. ഞങ്ങൾക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ അത് റസൂലുള്ളാഹിന്റേത് അല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ കഴിയോ ഇല്ലെന്നുള്ള നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറാക്കി ഞങ്ങൾ അവിടെ കാണിച്ചുതരാം. കഴിയോ ഇല്ലെന്ന് വാദമല്ലല്ലോ. എന്താണ് ഈ പറയുക? കഴിയുന്നത് വാദമാണോ? ഇപ്പൊ എന്താ ഇരിക്കുന്നത്? നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. അത് റഷീദ് സഖാഫിനെ പോലത്തെ ആൾക്കാർക്ക്, ദിശാമാഹിയെ പോലുള്ള ആൾക്കാർക്ക്, കെ സൈദിയെ പോലുള്ള ആളുകൾക്ക് ഉള്ളിലൂടെ കഴിയുന്നതാണ്, പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്നുള്ള ഒരു വ്യംഗ്യമായ രീതിയിലുള്ള ഒരു സമർപ്പണമാണ്. ഇത്തരത്തോളം റഷീദ് സഖാഫിനെ ഇരുത്തി ചെയ്യേണ്ടിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ വാദം ഞങ്ങൾക്ക് കഴിയോ ഇല്ലെന്ന് മണിക്ക് ഞങ്ങളുടെ ലൂട്ടേ അത് വാദം. ഞങ്ങൾ കൊടുത്ത വാദമൊക്കെ എത്ര അഭിമാനത്തോടെ പറയാം. ഞങ്ങൾ കൊടുത്ത വാദം എന്താ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. ഞങ്ങൾ എന്താ അറിയോ? നിങ്ങളിങ്ങോട്ട് ചൂണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞോളൂ. നിങ്ങളെ വാദം ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഞങ്ങൾ വാദിക്കുന്നത്. അത് കഴിയോ ഇല്ല സംവാദം തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് വാദമല്ലല്ലോ. ഒരു വാദം എന്താണെന്ന് പോലും, ഒരു വാദം എഴുതാൻ പോലും അറിയാത്തത്രത്തോളം അതപ്പതിച്ചു പോകാൻ എനിക്ക് ഖേദമുണ്ട്. അതല്ലല്ലോ. ആണോ അല്ലേ? ഞങ്ങൾ പറഞ്ഞു അത് സമയം കഴിഞ്ഞല്ലോ അല്ലേ? അല്ല ബെല്ലടിച്ച് കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച തിരുകേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അല്ല എന്ന് സമർത്ഥിക്കുന്ന വിഷയത്തിൽ ഇതുവരെ ഞങ്ങൾ സമർത്ഥിക്കാൻ തയ്യാറാണെന്നാണ് ഞങ്ങൾ ഇതുവരെ വായിച്ചത്. അങ്ങനെ തങ്ങളുടേതല്ലെന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അല്ലെന്ന് സമർത്ഥിക്കും കഴിയൂല. എന്ത് രസം എന്ത് രസം. അത് കഴിയില്ല എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞപ്പോ നിങ്ങൾ പറയാ കഴിയും. അങ്ങാടിയിൽ ഇവിടെ കഴിയൂല. നിങ്ങൾ ഈ കാലം വരെ നാട്ടിലുടനീളം ഇത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഇത് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ളത് മുത്തുനബിയുടേതല്ല എന്ന് അങ്ങാടിയിൽ പറഞ്ഞ നിങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയൂല. അത് അവിടെ പോയി പറഞ്ഞാൽ മതി. അത് ഇവിടെ പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന കേശത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അല്ല എന്ന് നാട്ടിൽ പറഞ്ഞ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ അല്ല എന്ന് നിങ്ങളുടെ വാദം ശരിയല്ല. ഞങ്ങൾ വാദിക്കുന്നത് എത്ര ലളിതമാണ്, എത്ര വൈരുദ്ധ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കി കറച്ച്. നിങ്ങളതും ഞങ്ങളതും വൈരുദ്ധ്യമാണ്. ഇങ്ങനെ വൈരുദ്ധ്യമാവുകയാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം താരിമി. നിങ്ങളുടെ വാദം അല്ല എന്നാണെങ്കിൽ അല്ല എന്നത് ശരിയല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ശരിയാണെന്നല്ല നിങ്ങളുടെ വാദം. അല്ല എന്നത് അല്ല. അതെ. അപ്പോ അല്ല എന്നത് അല്ല എന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ പറയും. അല്ലാഹു അക്ബർ. അത് ഞങ്ങൾ എഴുതാം. നിങ്ങൾ അല്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. അതാ 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 കയ്യോ 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 എന്ന് വേദാറ് കയ്യില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ് കയ്യോ. എന്താ ഇത് കാണട്ടെ ജനങ്ങൾ, ഇത് ജനങ്ങൾ കാണട്ടെ. സഖാഫിക്ക് ഇപ്പൊ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല. എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞത് എഴുതി തന്നത് വൈരുദ്ധ്യം. അല്ല എന്നാണ് നിങ്ങളെ വാദം അങ്ങനെ എഴുതേണ്ടത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബിയുടേതല്ല എന്നാണ് ഞങ്ങളുടെ വാദം. അല്ലേതെന്നല്ല എന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെ എഴുതേണ്ടത്. നബിയുടേതല്ലെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ല എന്ന വാദം ഞങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയോ ഇല്ലേ? നിങ്ങൾക്കത് സമർത്ഥിക്കാൻ കഴിയോ ഇല്ലേ? അതാണോ വാദം? എന്ത് മണ്ടത്തരാ പറയണത്? ഞങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയോ ഇല്ലേ? അപ്പൊ ഞങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മറുതൊലി, അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട എ പി ഗ്രൂപ്പിൽപ്പെട്ട റഷീദ് സഖാഫിനെ പോലുള്ള ആളുകൾക്ക് വ്യംഗ്യമായി ആകുമെന്നാണോ? വളരെ കുറുക്കിക്കൊള്ളുന്ന ചോദ്യം.
ജയപർ സക്കാഫിക്ക് തിരിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാണത്. അതുകൊണ്ട് നിങ്ങൾ എഴുതി തന്ന രണ്ടാമതായി തന്ന വാദമുണ്ടല്ലോ, ചെറിയൊരു തിരുത്ത്, ചെറിയ ടിപ്പ് വേണ്ടി എടുത്താൽ റെഡി, വിഷയം തിരിയായി. ഞാൻ പറഞ്ഞുതരാം എന്താ എഴുതേണ്ടത്, ഞാൻ പറഞ്ഞുതരാം. വിഷയം സമയം ഞാൻ പറയട്ടെ റഷീദ് സക്കാഫി, ഈ സമയം അത്ര ഉണ്ടായിട്ട് മൈക്കെടുക്കാണ്ട് 10,000 കുതിർ ശക്തിയൊക്കെ ക്ഷയിച്ചു പോയത് അത് ഞാൻ പറഞ്ഞേക്ക്. വാദത്തിന് മറുവാദം എങ്ങനെ എഴുതേണ്ടെന്ന് പറഞ്ഞുതരാം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് എഴുതിയാൽ മതി. അങ്ങനെ എഴുതേണ്ടത്. അല്ലെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാനാവില്ല എന്ന് നമുക്ക് സമർത്ഥിക്കാനാവോ ഇല്ലേ, പിന്നെ വേറെ ആർക്കെങ്കിലും സമർത്ഥിക്കാനാവോ ഇല്ലേ, അതല്ല ഇവിടെ വിഷയം. പൊട്ടത്തരാ പറഞ്ഞത്, മഹാപൊട്ടത്തരം. വാദ എഴുതാൻ പോലെ അറിഞ്ഞൂടാ, എന്തൊരു മണ്ടത്തര ഇത്. അതുകൊണ്ട് പറയാ, വാദ എങ്ങനെ മറുവാദം എങ്ങനെ എഴുതേണ്ട പഠിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു മണ്ടത്തര ഇത്. അതുകൊണ്ട് മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ച് പ്രചരിപ്പിക്കുന്ന മുടി അത് നബിയുടേതാണ് എന്ന് എഴുതിയാൽ മതി. എന്തൊക്കെ പറയാൻ ബേജാറ്, മണിക്കൂറില്ല. അങ്ങാടിയൊക്കെ പോട്ടെ, ഞങ്ങളുടെ മുമ്പേ അങ്ങനെയുള്ളത് ദൈനന്റെ എഴുത്, ആ കുട്ടികളുടെ എഴുത് നബിയുടേതാണ്. കാന്തപുരം സൂക്ഷിച്ച മർക്കസിലെ മുടി നബിയുടേതാണ് എഴുത്. എത്ര വ്യക്തമാണത്. അത് നബിയുടേതാണെന്നല്ലെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. എന്ത് വാദാ അത്? തിരുത്തണം. വരമൊഴിയായി നിങ്ങൾ എഴുതി തന്ന നിങ്ങളുടെ വാദത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പം തിരുത്തലോട് കൂടെ നിങ്ങളുടെ വാദം എഴുതി സമർത്ഥിക്കാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് ഞങ്ങൾ സമർത്ഥിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ആ വാദത്തിൽ നിന്നാൽ സ്വന്തം കുഴങ്ങുന്നു കരുതിയിട്ടാണ് ഇപ്പൊ വാദം എഴുതാൻ പറ്റുക എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞു പോയ സംവാദത്തിൽ എഴുതിയ വ്യവസ്ഥയിൽ നിന്ന് മുങ്ങിയ ടീമായിരിക്കുന്നത്. അങ്ങനെ SKSSFും SSFും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് അൽസിന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് എഴുതിയ തീരുമാനത്തിൽ നിന്ന് മുങ്ങിയ ആളുകൾ അത് കഴിയൂല ഇത് കഴിയൂല എന്ന് പറയേണ്ട, സംവാദത്തിന്റെ വിഷയം ഞങ്ങൾ പറയേണ്ട. അതുകൊണ്ട് വ്യക്തിപരമായ വിഷയങ്ങളൊന്നും ഗുണകരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ കൃത്യമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് ഞങ്ങൾ സമർത്ഥിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു നിങ്ങൾ എഴുതി തന്നിരുന്നത്. ആ എഴുതി തന്നതിനനുസരിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുകേശങ്ങൾ നിങ്ങളുടേതിൽ കേശങ്ങൾ എന്നാണ്. കേശം എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തങ്ങളുടേതല്ല എന്ന നിലക്കാണെന്നുള്ളത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരുകേശങ്ങൾ, കേശം തിരു ആകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാവണം. അതുകൊണ്ട് നിങ്ങളുടെ വാദത്തിന്റെ മറുവാദം ഞങ്ങളുടെ വാദത്തിലുണ്ട്, കൃത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുകേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ വാദം നിങ്ങളുടെ വാദമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ വാദമായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ, ആണത്വമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, കുതിരശക്തിയോടും കൂടെ പറയുന്നു, തയ്യാറുണ്ടെങ്കിൽ പറയും. ഞങ്ങൾ നിങ്ങളുടെ വാദമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ വാദം ഞങ്ങളുടെ വാദമായി അംഗീകരിക്കാൻ ചങ്കൂറ്റമുണ്ടോ? കുറെ നേരം പൂളമെറ്റക നടത്തുന്നത്. അതുകൊണ്ടായി പറയുന്നത്, ഈ കൃത്യമായ വ്യക്തമായ രൂപത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങളുടെ വാദം കൃത്യമാണ്. ഞാൻ വിചാരിച്ചു എന്റെ ഉസ്താദിനൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് അല്ല, എന്റെ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ ഞങ്ങൾക്കുണ്ടല്ലോ. ഇല്ല, ഞങ്ങൾ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു എന്റെ ഉസ്താദിനൊക്കെ അവിടെ പ്രചരിപ്പിക്കപ്പെട്ട ആളാണ് റഷീദ് സക്കാഫി. എനിക്ക് സുന്നത്തമായിട്ട് പഠിപ്പിച്ചിരുന്ന ആള്, എനിക്ക് കിതാബ് വെക്കുന്നതൊക്കെ ഓരോരുത്തർ വിളിച്ചു പറഞ്ഞത്. അങ്ങനത്തെ ആളൊക്കെ ആ സ്ഥിതിക്ക് അങ്ങനെയൊക്കെ ഒത്തുന്നല്ല പറയുന്നത്. അങ്ങനത്തെ ആൾക്കാർക്ക് വാദമെങ്കിലും അവർ വിചാരിച്ചിരുന്നു. എന്റെ ഉസ്താദ് ഇപ്പുറത്തോളം ഒത്തപ്പിടിക്കാൻ പാടില്ലായിരുന്നു. കൂട്ടരത്ത് ഒരാൾക്ക് സാധിക്കോ ഇല്ലുള്ള വാദ എന്താ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ സാധിക്കോ എന്നുള്ള സംവാദത്തിൽ പഠിക്കേണ്ട കാര്യമല്ലേ? ഞങ്ങളെ വാദങ്ങൾ അറിയിക്കും. ഞങ്ങൾ ആദ്യം പറഞ്ഞത് മാറിയിട്ടില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞിടത്തിന് ഇപ്പോഴും നിൽക്കുന്നു. ഞങ്ങൾ എന്താ പറഞ്ഞത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. അതന്നെ ഞങ്ങൾ ഇപ്പോൾ മാത്രം മാറിയിട്ടില്ല. അതിന് കഴിയോ ഇല്ല എന്നുള്ള സംവാദത്തിൽ പഠിക്കേണ്ടതല്ലേ? അത് വാദ എന്താ സക്കാബിൽ ഇങ്ങനെ എന്റെ ഉസ്താദൊക്കെ പറഞ്ഞത് പുറത്തേക്ക് വേണ്ടേ? ഇപ്പുറത്തോളം നിൽക്കാൻ പറ്റുമായിരുന്നോ? നിങ്ങൾ എന്താ ചെയ്തത്? ഇത് റസൂലുള്ളാഹിന്റെ ആണോ അല്ലേ? അത് പറയും നിങ്ങൾ. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. റസൂലുള്ളാഹിന്റെ ആണോ അല്ലേ? പിന്നെ മണ്ണാർക്കാട്ടത്ത് പോയ സംഭവം പറയണ്ട. ഞങ്ങളെ കുട്ടികളെ മുമ്പിലുള്ള ഭക്ഷണമായി പോയില്ലേ? ഞങ്ങളതൊന്നും നീക്കല്ല. ഞങ്ങളെ കുട്ടികളെ മുമ്പിലുള്ള ഭക്ഷണമായതാണ്. അതൊന്നും വെറുതെ പറഞ്ഞിക്കണ്ട. ഞങ്ങളെ കുട്ടികൾ, ബിരുദമെടുക്കാത്ത കുട്ടികൾ, നിങ്ങൾ ഓരോ സക്കാഫിനോട് പൊരിച്ചിരുന്ന്
അന്ന് നിങ്ങൾ ഒഴിഞ്ഞുകൂടിയല്ലേ? അതിനിപ്പോ പറയണ്ട. ആ സംവാദം നടന്നത് വഷളാനിക്കണ്ട. അത് വായിച്ചാൽ നിങ്ങൾ നാണം കെട്ടു പോകും. അതിന് കാര്യം ഇപ്പൊ പറയണ്ട. ഇപ്പൊ വന്നത് എന്തിനാ റഷീദ് സക്കാഫി ഈ മുടി വരാൻ പേടികൊണ്ട് ഞങ്ങൾ പഴയ കിടക്കണം? ഞങ്ങൾക്കറിയാം. റഷീദ് സക്കാഫി ആദ്യം എണീറ്റപ്പോ മറ്റുള്ളവൻ കുതിരശക്തിയുമുണ്ട്, അവനാന്റെ ശക്തി. ഇപ്പൊ എന്താ ഇപ്പൊ അവന്റെ ശക്തി അവിടെ പോയി? വീണ്ടും കുതിരി കിടന്നോ? അതാണ് പഴയ സംവാദങ്ങൾ ഒളിച്ചോട്ടം. പഴയ സംവാദം അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെയാവാം. ഇപ്പൊ ചർച്ച ചെയ്യുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസ് സോഷ്യൽ വെക്കേഷനുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. ഞങ്ങൾ പറയുന്നു ആണെന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ എഴുതി. എന്തെങ്കിലും പേടി? നിങ്ങൾ ഈ സ്ത്രീകൾ കേൾക്കുന്നു, ഏത് സഖാഫികളെ എഴുതൂ, ധൈര്യമുണ്ടെങ്കിൽ എഴുതൂ. എന്തൊരു ഒച്ചെമ്പിളിയാണ് പടച്ചറപ്പ്. കാര്യത്തെക്കുറിച്ചൊരു അവബോധമുള്ള കുട്ടി, ഒരു കുഞ്ഞു കുട്ടി കേട്ടാൽ വഷളായി പോവില്ലേ നിങ്ങള്? അല്ല, എന്നാലും നമ്മക്കില്ലൊരു വിഷമം. നിങ്ങളോട് പറയാൻ വന്നല്ലോ എന്നുള്ള ടെൻഷനല്ല ഞാൻ. നിങ്ങൾ ഇതുവരെ എഴുതിയ വാക്ക് ഒന്ന് തിരുത്തിക്കണിപ്പോ. ഇപ്പൊ പറഞ്ഞെന്താണെന്നറിയോ? കയ്യും കയ്യൂല. ഇത് നിസ്ബ തമ്മിലുള്ള തനാഖുദല്ലേ? ചിരി പോയല്ല. എന്താ മുത്തേ, നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചതാ? ആണ് അല്ല, കയ്യും കയ്യൂല. ബാക്കി പറയുന്നു വിചാരിച്ചിട്ടില്ല. എന്തിന് ഇരുത്തിയതാ ഇതിനൊക്കെ? നിങ്ങൾക്ക് കഴിയുമെന്ന് നാട്ടിലുടനീളം പറഞ്ഞു. ഇവിടെ വന്നപ്പോ കയ്യൊന്ന് ഞങ്ങൾ പറയുന്നില്ല, പറയൂല, മുമ്പിൽ പറയൂല. ഇനി നിങ്ങൾ കേട്ടോളി. നിങ്ങൾ പറഞ്ഞത് തിരുകേശമല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കും. അല്ല എന്ന വാദം ഞങ്ങൾ പൊളിച്ചെഴുതും. കേൾക്കി. നിങ്ങൾ അല്ല എന്ന് പറഞ്ഞത് ശരിയല്ല. നിങ്ങൾ അല്ല. കാരന്തൂരിലെ പാവ മൂപ്പര് ടെൻഷനായിട്ട് നിങ്ങൾ ഒച്ചിടുമ്പോ മൂപ്പര് ടെൻഷനായിട്ട് ഒന്ന് നല്ല ചോദിച്ചാൽ ഞാൻ ഒച്ചടത്തെ നേരത്തെ മെറ്റാൾ വെട്ടമാരി പെടും. നിങ്ങൾ വാദിച്ചത് കാരന്തൂരിലെ സൂക്ഷിക്കപ്പെട്ട തിരുകേശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്ന ഞങ്ങൾക്കൊരു ബാധ്യതയുള്ളൂ. അല്ല നിങ്ങൾ സമർത്ഥിക്കാനായിട്ട് പൊളിച്ചാൽ മതി. ഞങ്ങൾ തയ്യാറാണ് പൊളിക്കാൻ. നിങ്ങളുണ്ടോ? ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ? അങ്ങാടി പറഞ്ഞത് വരി ധൈര്യം ഉണ്ടെങ്കിൽ വരൂല. നിങ്ങൾ കിടന്ന് ഉരുളും. അല്ല എന്ന വാദം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾ രംഗത്ത് വരണം. അല്ല എന്ന നിങ്ങളുടെ വാദം സമൂഹത്തിന്റെ മുന്നിൽ ഈ കാലം വരെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പൊളിച്ചെഴുതാൻ വന്നിരിക്കുകയാണ്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അല്ല എന്ന് നിങ്ങളുടെ വാദം നിങ്ങൾ തിരുത്തിയിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് കഴിയില്ല. അത് സമർത്ഥിക്കാൻ നിങ്ങൾ ഒരുക്കമായിട്ട് കാര്യമില്ല. നിങ്ങളിന് ഒരുക്കല്ല. അതുകൊണ്ട് നിങ്ങൾ കിടന്നു വയലുണ്ട്. കുറെ നേരം ഇവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ വരകുന്നു. കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാ പറയും. ഓക്കെ, അല്ല പിന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനല്ല, നിങ്ങളെ മധ്യസ്ഥം പറഞ്ഞതിലൊന്ന് കേൾക്കേ. ആണെന്ന് സമ്മതിക്കത്ര മടിയൊന്നും വേണ്ട. അത് തന്നെ പറഞ്ഞ റെക്കോർഡുണ്ട്. നിർത്താൻ പറയാൻ പറഞ്ഞു. നിർത്താൻ പറഞ്ഞാൽ പിന്നെ എല്ലാവരും നിർത്തണം. ആണെന്ന് സമ്മതിച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ടത് ഞങ്ങളൊന്ന് തീരുമാനിച്ചിട്ട്. സഹോദര, വൺ സൈഡ് അല്ല ഉസ്താദെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അയാൾ മൈക്കെടുത്തിട്ട് പറഞ്ഞാൽ കേട്ടില്ലേ? ഒരു മിനിറ്റ്. നിങ്ങൾ അവരോട് വ്യത്യസ്തമാരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മൈക്കെടുക്കല്ലേ? ഒരു മിനിറ്റ് മാത്രം പറഞ്ഞാൽ പോലെ അയാളോട് പറയണോ? മിനിറ്റ് ഉസ്താദെ, ഞാനൊന്ന് പറയട്ടെ. പറയട്ടെ, നിങ്ങൾ ഏകപക്ഷീയമാവരുത്. ഉസ്താദെ, ഞാനൊന്ന് പറയട്ടെ ഉസ്താദെ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. നേരത്തെ രാമന്തളി തന്നെ ആദ്യം, എന്റെ സുഹൃത്ത് രാമന്തളി തന്നെ ആദ്യം പറഞ്ഞു 2 അവസരം 2 പേർക്കും കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞു. 2 അവസരം കഴിഞ്ഞപ്പോൾ 3ാമത്തെ അവസരം നമ്മുടെ അഷ്റഫ് മൈക്കെടുത്തു. അപ്പൊ മൈക്കെടുത്തപ്പോ അതിന് പകരം ഈ വിഭാഗം ഒന്ന് മൈക്കെടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 അവസരം 2 പേരുടേതും പൂർത്തിയായപ്പോ ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞതല്ലേ? അതിൽ പിന്നെ നിങ്ങൾ ഇടപെടല്ലേ? ഞങ്ങൾ സംസാരിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞത് മറുപടി, അതായത് മുജീബ് ഫൈസി നിങ്ങൾ പറഞ്ഞ മനസ്സിലാകാതെ മൈക്കെടുത്തപ്പോ സംസാരിച്ചോട്ടെ. നിങ്ങൾക്ക് അവർ വരുന്നുണ്ട്. അല്ലല്ല, മൈക്ക് വെക്കണം. മൈക്ക് ട്രാൻസ്ഫർ പറയുന്നില്ല. മൈക്ക് വെച്ചില്ല വെക്കൂല. മൈക്ക് വെക്കണം. ഓൺലൈനിൽ കേൾക്കുന്ന ബേജാർപ്പ് തോന്നിയിട്ട് കാര്യമില്ല. കുറച്ച് നേരത്തെ തോന്നേണ്ടിയിരുന്നു. ഇപ്പൊ മൈക്ക് വെക്കണം. മൈക്ക് നിങ്ങൾ പറയും മൈക്കോ ഞാൻ വെക്കും. അതേ നടക്കൂലെന്ന് തന്നെ പറഞ്ഞത്. അത് ശരി, തോന്നിയത്
ഒരു മൈക്ക് പരസ്പരം അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തതിന്റെ പേരിൽ ഇവിടെ എത്തി നിൽക്കുന്നത് നമ്മൾ തെറ്റണ്ട. ഇതിന് ചർച്ച ചെയ്തോട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പൂർണ്ണമായി ഇനിയും വേണമെങ്കിൽ ഇനിയും ചർച്ചകൾ തുടരാം. എങ്ങനെയാണെങ്കിലും തുടരാം. നിങ്ങൾ ചർച്ച ചെയ്യട്ടെ. നിങ്ങളൊന്ന് സ്വസ്ഥായിട്ട് അപ്പുറത്ത് നിർത്തി എന്നാ ഇവിടെ നിൽക്കൂ. നടക്കട്ടെ എന്നല്ല പറയാനുള്ളത്. ആണെന്ന് സമ്മതിക്കാനുള്ള മടിയോണ്ടുള്ള പരിപാടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം അതിൽ നിന്ന് ഉരുത്തിരിയുന്ന തീരുമാനം ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ മൈക്ക് റീസ്കാൻ ചെയ്യുമ്പോൾ മൈക്ക് വിട്ടുകൊടുക്കാം. ഏതായാലും വല്ലാത്തൊരു കുട്ടിയോടല്ലേ, അവരുടെ നേതാവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ആ മുടി ഉണ്ടല്ലോ, അത് റസൂലാന്റെ മുടിയാണ് എന്ന് നിങ്ങൾ എഴുതൂ. അത് പറയാൻ ധൈര്യമില്ല. അതാണ് പറഞ്ഞ സംഭവം. അത് പറയാൻ ആർക്കും ധൈര്യമില്ല എന്ന്. അതല്ലേ പേരോടിനോട് ചോദിച്ചിരുന്നത്. അത് റസൂലുള്ളാഹിന്റെ മുടിയാണ് ഉസ്താദ് പിന്നെ പേരോട് ഉസ്താദ് പറയോ? ജിഷാമാഹി ചോദിക്കുക, പേരോട് ഉസ്താദ് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശമാണ് പേരോട് ഉസ്താദ് പറയാം. അല്ലാന്ന് ഞാൻ പറയില്ല, അല്ലാന്ന് ഞാൻ പറയില്ല എന്ന്. അതാണ് പേരോട് പറഞ്ഞത്. അല്ല ഉസ്താദ്, അത് റസൂലുള്ളാഹിന്റെ ആണെന്ന് ഉസ്താദ് പറയാം, അല്ലാന്ന് ഞാൻ പറയില്ല. അതേപോലത്തെ ഒരു സംഭവമാണ് ഇപ്പൊ ഇവിടെ നടന്നത് എന്ന്. കാരന്തൂർ മർക്കസിൽ എ പി അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചിട്ടുള്ള മുടികൾ, കേശങ്ങൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല. അത് നമ്മുടെ വാദം. മറുഭാഗം പറയണ്ടേ ആണ് അല്ലേ? പിന്നെ അതിനുശേഷം അവർ എഴുതി തന്ന വേറെ വാദമുണ്ട്. ആ വാദം വായിക്കുക, അതിന് മറുവാദം നമ്മളും എഴുതി കൊടുക്കുക. അതാണ് വേണ്ടത്. പക്ഷേ അവർക്ക് ഉറപ്പാണ്, അവർക്ക് സംശയമല്ല, അവർക്ക് ഉറപ്പാണ്
അത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശം അല്ല എന്ന്. എന്തുകൊണ്ടാണ് അത് ആ ഉറപ്പ് അവർക്കുള്ളത്? അവർക്കുള്ള ഉറപ്പ് ആ മുടിന്റെ നീളവും വലുപ്പവും അല്ലേ, ആ മുടിന്റെ നീളവും വലുപ്പം അതിന്റെ ആ പിന്നെ സകല മനുഷ്യന്മാർക്കും ചോദിച്ചവർക്കൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥയും അതൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളാഹിന്റെതല്ലാന്ന്. ജാലിയാവാന്റെ അടുത്ത് ചെല്ലുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നു, അതുപോലെ തന്നെ ഹസ്റജിൻ തന്നെ പല ആൾക്കാർക്ക് കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അല്ല എന്ന് അവർക്ക് ഉറപ്പായിട്ടുണ്ട്. അതിനാണ് റസൂലുള്ളാഹിന്റെ തിരുകേശത്തിന്റെ യാതൊരു പ്രത്യേകതയും ഇല്ല, നേരിലുള്ള മുടിയാണ്, കത്തിച്ചാൽ കത്തുന്നതാണ്. അപ്പൊ ആദായം അത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശം അല്ല എന്ന കാര്യം അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ആണ് എന്നാണ് പറയാനുള്ള അവർക്കൊരു പേടി, അതുകൊണ്ട് അവർ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിക്കൂല, അതപ്പോ വാദം അല്ല, നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിക്കൂല എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതൊരു മനുഷ്യനും അറിയില്ല ആ നമ്മുടെ വാദം നമ്മൾ വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടാണ്. കാരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ അത് അള്ളാഹുവിന്റെ റസൂലിന്റേത് അല്ല, അതല്ലേ വ്യക്തമായിട്ട് എഴുതി കൊടുത്തതല്ലേ. അപ്പൊ അവർ വാദിക്കേണ്ട അതിന്റെ മറുവാദാണ് അതാണ്. കാരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റേത് ആണെന്ന് പറയേണ്ടവര് ആണെന്ന് പറയണ്ടേ, അത് പറയാനുള്ള ധൈര്യമില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് വല്ലാത്തൊരു സകല ആളുകൾക്കും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലാക്കാൻ ഇതുവരെയൊക്കെ നടന്ന സംഭവങ്ങൾ മാത്രം മതി. നമ്മുടെ SSFന്റെ കുട്ടികളൊക്കെ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ നേതാക്കന്മാർക്ക്, നിങ്ങളുടെ ഉസ്താദുമാർക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ വാദിച്ച് നടക്കുന്നത്. ആ മുടി മുക്കിയ വെള്ളത്തിന് വേണ്ടിയാണ് നിങ്ങൾ അവിടെ പോയിട്ട് ക്യൂ നിൽക്കുന്നത്. ഇതൊക്കെ നിങ്ങളത് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതല്ലേ ഈ പറയണ്ടേ, ശരിക്കും പറയണ്ടേ. നിങ്ങളുടെ ഈ ഉസ്താദുമാരും സഖാഫിമാരൊക്കെ ശരിക്കും പറയണ്ടേ, കാരന്തൂർ മർക്കസ് സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ, തിരുകേശങ്ങൾ അത് അള്ളാഹുവിന്റെ റസൂലിന്റേതാണ് എന്നാണ് പറയണ്ടേ. അത് പറയുന്നില്ല. നമ്മൾ വ്യക്തമായിട്ട് എഴുതി കൊടുത്തല്ലോ, കാരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അല്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് എഴുതി കൊടുത്തതാണ്. അപ്പൊ അതിന് മറുവാദം ശരിക്കും എഴുതാൻ പോലും ധൈര്യം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഉള്ളത്. അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണം. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത് വ്യാജമാണുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അവർക്ക് വ്യാജമാണുള്ള ഉറപ്പുള്ള ആ മുടി മുക്കിയ വെള്ളം കുടിക്കാനാണ് നിങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ റബീഉൽ അവ്വലിലൊക്കെ അവിടെ പോയിട്ട് ക്യൂ നിൽക്കുന്നത്. അതാണ് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ന കാര്യം മനസ്സിലാക്കാനുള്ള നല്ലൊരു അവസ്ഥയാണ് ഇത്. ഇൻഷാ അല്ലാഹ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, കേരള ഇസ്ലാം നാളെ ആയിട്ടില്ലല്ലോ, സമയമായിട്ടില്ലല്ലേ? കേരള ഇസ്ലാമിക് സമയമായിട്ടുണ്ടോ? നിങ്ങൾ ലൈവായ ലൈവ് ടീം എത്തിയ കേരള ഇസ്ലാം ഇല്ല. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇൻഷാ അല്ലാഹ് ഇത് നിരന്തരം പ്ലേ ചെയ്യും. ഇതുവരെയൊക്കെ നടന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇതുവരെയൊക്കെ നടന്നത് നിരന്തരം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അത് ഇവിടെ പ്ലേ ചെയ്യും. ഇൻഷാ അല്ലാഹ് നിരന്തരം പ്ലേ ചെയ്യും. പിന്നെ എന്താ ലൈവ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം PM നിങ്ങൾ കേൾക്കുന്നുണ്ട് അവിടെ. അദ്ദേഹം ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇവിടെ സംസാരിക്കുന്നതൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റാർക്കെങ്കിലും ഈ സമയത്ത് മൈക്ക് വരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മൈക്ക് എടുക്കാട്ടോ. ആരെങ്കിലും മൈക്കിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ജാഫർ വിനെ കണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ബഹുമാനപ്പെട്ട SSFന്റെ കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് കേൾക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾക്കുള്ള ഒരു സ്നേഹം നോക്കണം നിങ്ങൾ അല്ലേ. റസൂലുള്ളാഹിനോട് അവർക്കുള്ള സ്നേഹം, റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്ന് പറയാൻ ധൈര്യമില്ല, തിരുകേശമാണ് എന്ന് പറയാൻ ധൈര്യമില്ല. നിങ്ങൾ നോക്കാണ് ആ വിഷയത്തിന്റെ ഗൗരവം. റസൂലുള്ളാഹിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റേതാണ് ധൈര്യമായിട്ട് പറയില്ലേ ആരുടെ മുന്നിലും, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റേതാണ് എന്ന് പറയാൻ എന്താണ് ഇത്ര പേടി? എത്ര ഗൗരവമുള്ളൊരു വിഷയമാണത്. ഈ ചർച്ച കേൾക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കണം. ഹബീബിന്റെ തിരുകേശമാണെങ്കിൽ അത് ആത്മാർത്ഥതയോടുകൂടി, അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി അതെന്റെ ഹബീബിന്റേതാണ് എന്ന് പറയാൻ ധൈര്യമില്ലെങ്കിൽ എന്തിനാ ഞങ്ങളാ വെള്ളം കുടിക്കാൻ പോണത്? അല്ലേ? എന്റെ ഹബീബിന്റെ തിരുകേശമാണ്, തിരുകേശമാണ്, തിരുകേശമാണ്. 100 വട്ടം ആരുടെ മുന്നിലും ഞാനത് പറയും. അള്ളാഹുവിന്റെ റസൂലിന്റെ അതല്ല നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. നമ്മൾ തെളിയിച്ചില്ല, ഇപ്പൊ തെളിയിച്ചില്ല. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒറിജിനൽ അല്ലാത്ത ഒറിജിനൽ ആവുമോ? ഇനിയിപ്പോ ഇങ്ങനെ ഒരു സംവാദം നടത്തിയില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശം അല്ലാത്തൊരു സാധനം തിരുകേശം ആവുമോ?
എന്താണ് വിഷയം? ഇപ്പൊ ഒരു സംവാദം നടന്നില്ല, അപ്പൊ തിരികേശം അല്ലാത്ത തിരികേശാവുമോ? സ്വന്തം ഹബീബിന്റെ തിരികേശാണെന്ന് പറയാനുള്ള ഒരു നട്ടല് ചോർന്നു പോയല്ലോ എന്നുള്ളൊരു വൈക്കോൽ ആ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ നട്ടലിന് പകരം ഒരു വൈക്കോൽ ഉണ്ടായിരുന്ന അത്ര നന്നായിരുന്നു അല്ലേ? തിരികേശാണെന്ന് പറയാൻ പേടിയാ, ധൈര്യമില്ല. എന്താ അറിയില്ല, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയാൻ മടിയായതുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡ്യൂട്ടിക്കിടയിലാണ്, എന്നാലും കയറിയത്. കാരണം ഇതുവരെ റേഡിയോയിലായിരുന്നു. റേഡിയോ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് കട്ടാവുന്ന ഒരവസ്ഥ വന്നപ്പോൾ പിന്നെ ഒരു ഇതുകൊണ്ട് കയറിപ്പോയതാ. തങ്ങളെ വിളിച്ചു. കാരണം ഞാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും ഇത്ര ക്ഷമ ഉണ്ടാവില്ല. നമ്മൾ ഉസ്താദുമാരൊക്കെ ക്ഷമ ഉണ്ടല്ലോ, വല്ലാത്തൊരു ക്ഷമ തന്നെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇത്രത്തോളം കളവ് ഇങ്ങനെ പറയുമ്പോൾ അത് പേരോട് പറഞ്ഞ അതേ മാതൃകയിൽ അതിന് വീണ്ടും ആക്കം കൂട്ടുന്ന രീതിയിൽ അത് സത്യമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ തങ്ങളെത്തിയുണ്ട് ലൈവായിട്ട്. കൃത്യമായി ഒരു പക്ഷത്തു നിന്നുണ്ട്. അപ്പൊ അവരതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ മധ്യസ്ഥനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പക്ഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ചർച്ചകൾ ചെയ്തു. ഏതായാലും SKSF തന്ന വാദം ഇതാണ്. ആ വാദവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി പറയാനുള്ളത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള തിരികേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ SSF ഇത് SSF ആണ്. ഇത് SSF ആണ്. SKSF എന്ന് പറഞ്ഞു അതാണ്. തിരുത്തേണ്ടതില്ല. ആ സംഘടന പേര് തിരിച്ചാൽ മതി. തീർച്ചയായും തെറ്റിയാൽ തിരുത്തണമല്ലോ. തിരുത്തലല്ലേ ഏറ്റവും നല്ലത്. തിരുത്തലാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ അതുകൊണ്ട് കാന്തപുരം AP അതിന്റെ പേരിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള തിരികേശങ്ങൾ SSFന്റെ വാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ലെന്ന് SKSF പക്ഷത്തോട് പറയാം, വാദമായിട്ട് ഉന്നയിക്കാം. തന്നെ SKSFനോട് SSFന്റെ വാദമാണ്, അങ്ങനെ തന്നെ അതിരുത്തണ്ട. പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിൽ നിന്നും പോയിട്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കത് കുറച്ച് കൃത്യമാക്കേണ്ടതുണ്ട് എന്നാണ് SKSFന്റെ വാദം കൃത്യമാണ്. പറഞ്ഞോട്ടെ, ഇനി അവസരം നിങ്ങൾക്ക് 2 വർഷത്തിന് തരും. അപ്പൊ SKSFന്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതിനുള്ള മറുപടി വരുന്നത് കാന്തപുരം AP അല്ല, ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. ഇത് പൂർത്തിയായാൽ ചർച്ചയ്ക്ക് അവസരമുണ്ട്. ഇത് തീരൂല. അല്ല, ഞാൻ മനസ്സിലായില്ല. ഇതാ അല്ല, ഈ SKSF പക്ഷത്തിന്റെ ഭാഗമാണ് വായിക്കുന്നത്. ഇനി കേട്ടോളൂ, SKSF പക്ഷത്തിന് പറയാനുള്ളതും കൂടി പറയാണ്. ഇനി 2 വിഭാഗത്തിനും ഇതിൽ ചർച്ച ചെയ്യാം. ഞങ്ങളിപ്പോ തീരുമാനിച്ചത് നിശ്ചിത സമയം ആ വിഷയത്തിലും കൂടി ഒരു ചർച്ച. അതിന് നമ്മൾ അനുവദിച്ച സമയമാണെങ്കിൽ അതുവരെ, എന്നിട്ട് അവിടെ വെച്ച് തീരേണ്ടി വരും. സമയം പൂർത്തിയായാൽ തീരേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ 2 ഭാഗത്തുനിന്ന് തീരുമാനങ്ങൾ പെട്ടെന്ന് വന്നാൽ തുടരാവുന്നതാണ്. അങ്ങനെ വാദം ക്ലിയർ ആവുകയാണ് പിന്നെ നമുക്ക് പിന്നെയും സമയം നീട്ടിയെടുത്തിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇതൊന്ന് കേൾക്കുക. SKSF വിഭാഗത്തിന് ഈ വാദം മുന്നിൽ വെച്ചുകൊണ്ടാണ് ചർച്ചയെങ്കിൽ SKSF പറയുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ, അവിടെ തിരുവനില്ല കേട്ടോ, കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്കും കഴിയില്ല, അഥവാ SSFനും കഴിയില്ല എന്നാണ് ഇവിടുന്ന് പറയുന്നത്. ഇനി ഇത് ഇതിൽ ഞങ്ങളെ തീരുമാനം എടുക്കുന്നില്ല. ഇങ്ങനത്തെ എല്ലാവരും കേട്ടോളൂ, ഞങ്ങളുടെ ഭാഗം ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതിവിടെ സമർപ്പിക്കുകയാണ് നിങ്ങൾ 2 പക്ഷത്തിനും. ഇനി നിങ്ങൾ 2 പക്ഷവും ഈ വിഷയത്തിലുള്ള ചർച്ച തുടരുക. അതുകൊണ്ട് ചർച്ച ഇനി ഇവിടുന്ന് തുടങ്ങാം. നേരത്തെ ഇപ്പുറത്താണ് നമ്മൾ വായിച്ചിട്ട് കൊടുത്തത്. ഇനി ഇവിടുന്ന് തുടങ്ങാം. എന്നിട്ട് അങ്ങനെ സമയം ഇപ്പോ ഞങ്ങൾ തീരുമാനിച്ചനുസരിച്ച് നേരത്തെ പറഞ്ഞ സമയത്തിൽ മുപ്പര് പറയും. മുപ്പരും കൂടി പറയും, പഠിക്കണ്ട. പിന്നെ എത്ര സമയം വരെ ഉള്ളത്? ഇനി 30 മിനിറ്റിന്റെ അടുത്തനെയും ബാക്കിയുണ്ട്. അത്ര സമയം വരെ വേണം നീണ്ടു പോവാം. അങ്ങനെ നീണ്ടുപോയാൽ അവിടെ വെച്ച് വിഷയം ഇവിടെ അവസാനിക്കും. അങ്ങനെ ആവാതിരിക്കണം, സംവാദത്തിലേക്ക് എത്തണം. അള്ളാഹു അങ്ങനെ എത്തിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മുഹമ്മദിലേക്ക് വയ്ക്കും. നമ്മളെ ഇപ്പോ പറഞ്ഞല്ലോ, ഇവിടെ 2 വിഭാഗത്തിന്റെയും വാദം നേരത്തെ ഏറ്റുമുട്ടുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ SKSF വിഭാഗം അവരുടെ വാദം ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ആ മാറ്റി എഴുതിയ വാദത്തിൽ ഇപ്പൊ 2 വിഭാഗത്തിന്റെയും വിധി നിർണ്ണയിക്കാൻ സംവാദം നടത്തേണ്ടത് ഞങ്ങളല്ല, മധ്യസ്ഥന്മാരല്ല.
നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ നിശ്ചയിക്കുന്ന വാദങ്ങളിൽ പിന്നെ വിധി നിർണ്ണയിക്കുന്ന ഞങ്ങളത് നിങ്ങൾ നടത്തുന്നത് ഇങ്ങനെ തന്നെ പറയണം അങ്ങനെ പറയണം ഞാൻ പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വിഷയം നിങ്ങൾ ഉസ്താദന്മാരെ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് നമ്മൾ നിശ്ചയിച്ച സമയം, നേരത്തെ നമ്മൾ ഒരു 3 മണിക്കൂർ നമ്മൾ സമയം നിശ്ചയിച്ചത് 1:20 വരെയാണ് ഉണ്ടാകുക. അപ്പൊ ഒരു 30 മിനിറ്റിൽ താഴെ സമയമേ ഉള്ളൂ. ആ സമയം കൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്ത് വിഷയം ഒരു തീരുമാനമാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് അതിന്റെ അനുബന്ധ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അതിന് നിങ്ങൾ രണ്ടു കൂട്ടരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ നിന്നല്ലേ പറയേണ്ടത്, 3 വാദമാണ്, 3 ശൈലിയിലാണ് ഇവിടെ രേഖയായി നിങ്ങൾ കൈമാറിയത്. ആദ്യം പരസ്പരം ധാരണയിലെത്തിയ 2 വാദങ്ങൾ മധ്യസ്ഥന്മാർ വായിച്ചത്, ഫസ്റ്റ് വായിച്ചത് ഒരു വാദം. ചർച്ച കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വാദം 1 ചെറിയ പ്രയോഗങ്ങൾ മാറ്റി തിരുത്തി 2ാമത്തെ വാദം എഴുതി. ആദ്യം നിങ്ങൾ എഴുതിയ വാദത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുകയും ആ വാദം അങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന് ആദ്യം ഞങ്ങൾ പറയുകയും ചെയ്തു. തിരുത്തണമെന്ന് നിങ്ങൾ വാശി പിടിച്ചു, നിങ്ങൾ തന്നെ അത് തിരുത്തി, ഞങ്ങൾ അതിന്റെ പിറകിൽ വന്നു. നിങ്ങൾ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. 3ാമത്തെ തവണ നിങ്ങളൊരു കൂട്ടം കൂടി ഇപ്പോൾ ഇനിയും ഒരു വാദമായി, പുതിയ വാദം, ഇതുവരെ പരസ്പരം കേട്ടിട്ടില്ലാത്ത, ചർച്ച ചെയ്യാത്തൊരു പുതിയ എഴുത്ത് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാദം തെറ്റ നോട്ടെ, അത് നമ്മളെ കൈക്ക് തരണം. അതാണ് കാര്യമായിട്ട് വേണ്ടത്. ഇത് നമ്മൾ ഇതുവരെ വായിക്കാത്തൊരു വാദമാണല്ലോ. നമ്മൾ ഈ നേരം വരെ വാദത്തെ ചൊല്ലി ചർവിത ചർവണം നടന്ന ഈ ടൈം വരെ ചർച്ച നടന്നിട്ട് ഈ പ്രയോഗം ആദ്യമാണ്. അൽഹംദുലില്ലാ, ഇത് വലിയ മാറ്റമാണ്. ഇത് വലിയ മാറ്റമാണ്. ഇങ്ങനെ മാറി മാറി വിഷയത്തിലേക്ക് നിങ്ങൾ വരും. നിങ്ങൾ ആദ്യം മുതൽ പ്രയാസപ്പെടുന്നൊരു സത്യമുണ്ട്. ലൈവ് നിർത്തണമെന്ന് ചോദിച്ചിരുന്നു നേരത്തെ, അത് പോട്ടെ, അതല്ല എന്നിട്ട് പറഞ്ഞതാ, വിഷമിക്കണ്ട, കേട്ടോട്ടെ, എല്ലാവരും കേട്ടോട്ടെ. 3ാമത്തെ തവണ മാറ്റിയതല്ലേ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുകേശങ്ങൾ, അല്ല കേശങ്ങൾ, ഒരു 5 മിനിറ്റ് അങ്ങനെ പോയി, ഒരു 5 മിനിറ്റ് അങ്ങനെ പോയി, കിട്ടിയല്ല. കേശങ്ങൾ, കാര്യം എന്നുള്ളതിന്റെ പിന്നിൽ കൂടി മൂല്യമാര് കാര്യം ഉണ്ടോ നോക്കി. ഈ കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓ, ഇതുവരെ ഈ ലൈവ് കേട്ട ഒരു കുട്ടിയും കേൾക്കാത്ത ഒരു പുതിയ എഴുത്ത് എങ്ങനെ പുറത്തു വന്നു? എഴുതി മാറ്റി 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 വരുന്നു. ആദ്യം കൈമാറിയ പേജ് ഇവിടെയുണ്ട്, എഴുത്തിവിടെയുണ്ട്, 3ാമത്തെ കോലത്തിക്കെത്തി. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ സൂക്ഷിപ്പുള്ള തിരുകേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് ആണെന്നത് കൊണ്ടാണ് ആദരിക്കണമെന്നും ബറക്കത്തെടുക്കണമെന്നും ഞങ്ങൾ ആദ്യം എഴുതിയത്. ഇപ്പൊ നിങ്ങൾ വലിയൊരു സംഭവമാക്കിയിട്ട് സമർത്ഥിക്കോ? പിന്നെ എന്താ ഞങ്ങൾ ഇവിടെ എഴുതിയത്? ആദ്യം എഴുതിയ വാദം എന്താ? ആദ്യം എഴുതിയ എന്താ? അവിടുത്തത് തിരുകേശമാണെന്നും ബറക്കത്തെടുക്കാമെന്നും ഞങ്ങൾ പറഞ്ഞില്ലേ? പിന്നെ ഇപ്പൊ ചോദിക്കുന്നത് കയ്യോ? അതന്നല്ലേ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ എന്താ നിങ്ങൾക്കൊരു പ്രയാസം? ഇവിടെ എഴുതിയത് സാധാരണക്കാർ ഇതറിയണം. കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ സൂക്ഷിപ്പുള്ള തിരുകേശം മുത്തുനബിയുടേത് ആയതുകൊണ്ടല്ലേ ബറക്കത്തെടുക്കാൻ പറ്റും നിങ്ങൾ പറഞ്ഞേ? ഞങ്ങൾ എഴുതിയിട്ടില്ലേ? അതുകൂടെ ബറക്കത്തെടുക്കാൻ പറ്റും നിങ്ങൾ എഴുതിയില്ലേ? പ്രമാണത്തിലെ ഒരു കുട്ടിക്കും അതിനെതിരെ സമർത്ഥിക്കാൻ കഴിയില്ല നിങ്ങൾ എഴുതിയില്ലേ? ഇപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾക്ക് കയ്യോ? അപ്പൊ ഇതുവരെ പറഞ്ഞതോ കാര്യം ആൾക്കാർക്ക് മനസ്സിലാണ്. മിമിക്കരെ കട നിർത്തിയാൽ മതി, അതൊക്കെ നിങ്ങൾ ദർശന കുട്ടികളെ ബില്ല് നടത്തിയാൽ മതി. ആ വക തട്ടിപ്പോഴും നടക്കണ്ട. ഇതേ ഞങ്ങൾ ആദ്യം എഴുതിയെന്നും ഇപ്പോഴും ഒരു മാറ്റമില്ല. ഞങ്ങൾ പറയുന്ന ഒരേ ഒരു വാദം തന്നെ, ഒരു മാറ്റമില്ല. ഞങ്ങൾ പ്രസംഗിച്ചതും അത് ബഹുമാനനായ റഷീദ് സഖാഫി ഏറ്റെടുത്തതും അത് വരമൊഴിയായിട്ട് ഏറ്റുന്നതും ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു. പിന്നെ ശൈലിക്ക് മാറ്റി വരുത്തുന്നറിയോ? ഇത് എങ്ങനെ നടക്കട്ടെ വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടുത്തം പഠിക്കുന്നതിനാ? നിങ്ങൾ എന്തിനാ കണ്ടുപിടുത്തം പഠിക്കുന്നത്? രക്ഷപ്പെടാന്. ആ പേരിന് വേണ്ടി രക്ഷപ്പെടാം. റഷീദ് സഖാഫി നിങ്ങൾ നോക്കിക്കാനുള്ള വിഷമം എന്താണുള്ളത്? കാരണം മനസ്സിലൊന്നും പുറത്തൊന്നുമല്ലേ. എന്തിനാ സഖാഫി ഇതിനൊക്കെ നിൽക്കുന്നത്? ഞങ്ങൾ ആദ്യം എഴുതി വാദം ഇനിയും പറയാം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർമക്ക് സൂക്ഷിച്ചുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പത്തെ വാദം. ഇനി സമർത്ഥിക്കാൻ കഴിയും കൊണ്ട് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്കാണ് സമർത്ഥിക്കാൻ കഴിയോ? കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞില്ലേ? അങ്ങനെ എഴുതി ഞങ്ങൾ അല്ല സമർത്ഥിക്കാൻ തയ്യാറാ. കാന്തപുരം സൂക്ഷിക്കുന്ന കാരന്തൂർ സൂക്ഷിക്കുന്ന കേശങ്ങൾ നബിന്റേത് അല്ല എന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നെരുങ്ങാതേരി ഇത് കഴിഞ്ഞ വേറെ സംവാദം നടത്താണ്ട് നിങ്ങൾ ഉസ്താദ് പറഞ്ഞില്ലേ AP സാറെ അല്ലാത്തവന്ന് ചെയ്യാൻ, അതൊക്കെ അവിടെ തെളിയിക്കേണ്ടത്. അത് വലിയ വിഷയമല്ലേ? അത് വലിയ ഗൗരവമുള്ള കാര്യമല്ലേ? എന്തായി പറയണത്? ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ മഴ പെയ്യണോ? ഇനിയിപ്പോ സംവാദം നടക്കണമെങ്കിൽ പോലും കാരന്തൂരിൽ വെച്ച് ഉസ്താദ് ആലോചിക്കണം.
സ്വന്തം ഉസ്താദ് അറിയാതെ അല്ലാത്തോടൊന്നും ചെയ്യില്ലല്ലോ. അത് നമുക്കവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ സ്വപ്നങ്ങളാ സുബ്ഹാനല്ലാഹ്. മുത്തുനബിയെ കാണെങ്കിൽ അഭിയുന്നരായ അങ്ങയുടെ ഉസ്താദ് അല്ലെ, ഉസ്താദ് പറഞ്ഞെന്താ, കാന്തപുരത്തിന്റെ ടിക്കറ്റ് ഉണ്ടെങ്കിലേ മുത്തുനബിയെ കാണാൻ കഴിയുമായിരുന്നില്ലേ. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അടുത്ത സംവാദം അറിയിക്കേണ്ടതുണ്ട്. ഒരുപാട് സ്വപ്നം ഇപ്പോ കണ്ട് നിർത്തിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് വിഷയം അതൊക്കെ നമുക്ക് പറയാനുണ്ട്. അതിന്റെ മുമ്പ് ഞങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, കാരന്തൂർ മർക്കസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സോഷ്യൽ കേശങ്ങൾ നബിത്തങ്ങളുടേതാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്റെ 10,000 കുതിരശക്തി എവിടെ പോയി? ഇവിടെയൊക്കെ പ്രസംഗിച്ച് പറഞ്ഞ് വേറെ സക്കാഫുണ്ട്, അയാൾക്ക് മേക്കോഫാക്ക് ആകെ അത് പറയാൻ. അപ്പൊ ഇതുവരെ പറഞ്ഞ് എത്ര നേരമായി തുടങ്ങിയിട്ട് ധൈര്യമുണ്ടോ? ഇത് ലൈവില് കേട്ട് ആൾക്കാർ മടുത്തപ്പോ അത് നിർത്തുമെന്നും ഒരാൾ ചോദിച്ചു. നിങ്ങൾ 3 എഴുത്തെഴുതിയത് നിങ്ങളല്ലേ? ഞാൻ സമൂഹത്തിന് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി, ഇപ്പുറത്തിരിക്കുന്ന ഈ പണ്ഡിത വേഷധാരികൾക്ക് ഇതുവരെ പറഞ്ഞത് തിരിഞ്ഞില്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി ഒരു വാക്ക് ഞാൻ പറയുന്നു. ഞങ്ങൾ എഴുതിയത് ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച തിരുകേശം കച്ചറ ഉണ്ടാക്കണ്ട. എന്തുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്ന തിരുകേശം എന്ന് പറയുമ്പോൾ? കാരണം അല്ലാത്തതുകൊണ്ട്. അതെ, നിങ്ങൾക്ക് അല്ല, ഞങ്ങൾക്കാണ്. ഇപ്പൊ തന്നെ എതിരായില്ലേ? ഇത് ആദ്യം എഴുതിയ സംഭവമല്ലേ? എന്താ പ്രശ്നം? അതെ, ഇതൊക്കെ ലൈവ് കാണട്ടെ, ഇത് കാണട്ടെ. മർക്കസിൽ തിരുകേശമെന്ന് ഞങ്ങളും കേശമെന്ന് നിങ്ങളും ആദരിക്കപ്പെടേണ്ടതാണെന്നും ഞങ്ങൾ എഴുത്തല്ലേത്. കാരന്തൂർ മർക്കസിലുള്ള തിരുകേശം അഥവാ മുത്തി നബിയുടെ കേശം ആദരിക്കപ്പെടേണ്ടതാണെന്നും ഞങ്ങൾ അല്ലെന്നും നിങ്ങൾ. ചർച്ച നടക്കട്ടെ. സമൂഹം ഒന്നുകിൽ ആദരിക്കട്ടെ, അതല്ലെങ്കിൽ അനാദരിക്കട്ടെ. ചർച്ച നടക്കട്ടെ. ഓടല്ലി, ചർച്ച നടക്കട്ടെ. അതിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഇതാ രണ്ടാമത്തെ കുറിപ്പ് ചീട്ട് നിങ്ങൾ എഴുതിയത് മാറ്റി എഴുതി. തയ്യാറാണെന്ന് പറഞ്ഞത് തയ്യാറാണെന്ന് പറയല്ലേ, ബേജാറാവുന്ന കോള് ചെയ്തതോ എന്തോന്നറിയില്ല, അന്ന് മാറ്റി. അല്ലാന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, തയ്യാറാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ പറഞ്ഞ് വാദാവൂല, അതൊന്നും പിന്നെ പറഞ്ഞിട്ടില്ല. അതും കഴിഞ്ഞ് മൂന്നാമത്തത് ഇതുവരെ കേൾക്കാത്തൊരു പുതിയ വാദവുമായി ഇപ്പോൾ രംഗത്ത് വന്നു. ഞാൻ ആദ്യം പറഞ്ഞ വാദമാണ് ഇപ്പൊ നിങ്ങൾ വലിയ സംഭവമാക്കി. ഞങ്ങൾ ആദ്യം പറഞ്ഞ വാദത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാ. 2 പ്രവർത്തകരും പരസ്പരം ധാരണയിലെത്തി ഒപ്പിട്ട് പരസ്പരം കൈമാറിയ അതേ രേഖകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു ചർച്ചകൾ നിങ്ങൾ റെഡിയാണോ എന്ന്. തയ്യാറല്ലെന്ന് പറഞ്ഞ് ഓടി ഒളിക്കാൻ ശ്രമിച്ച് നിങ്ങൾ ഓടിയിടത്തേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഓടിയിടത്തേക്ക് നിങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ആദരിക്കപ്പെടേണ്ടതാണ്. അല്ലെന്ന് അഭിപ്രായമുണ്ടോ? ചർച്ച എടുക്കി. എന്റെ പൊന്നു സുഹൃത്ത്, നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന മർക്കസിലെ കുട്ടികൾ കേൾക്കും പോലെ കേൾക്കണം. ഇങ്ങനെയല്ലേ നിങ്ങൾ മർക്കസിലെ കുട്ടികൾ അതപ്പതിച്ചു പോയിട്ടുണ്ടാവുക? ഈ രീതിയിലല്ലേ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്? നിങ്ങളിവിടെ ശരിക്കും മനസ്സിലാക്കണം. ഞങ്ങളിവിടെ ഒരൊറ്റ വാദമാണ് എഴുതിയത്. ആ വാദത്തിന് മറുവാദം ആവാത്തത് കൊണ്ടാണ് നിങ്ങളോട് കാന്തപുരം മർക്കസിൽ സൂക്ഷിച്ച മുടി നബിയുടേതാണ് എന്ന് നിങ്ങൾ എഴുതണം എന്നതിന് മറുവാദം എഴുതിത്തരണമെന്ന് പറഞ്ഞത്. നിങ്ങൾ ആ മറുവാദം എഴുതിത്തരണമെന്ന് ഞങ്ങൾ 400 വട്ടം പറഞ്ഞപ്പോൾ നിങ്ങൾ ഒടുവിൽ എന്താ ചെയ്തെന്നറിയോ? മറുവാദം എഴുതുമ്പോൾ അവിടെ കളിച്ചു. ഞങ്ങൾ സമർത്ഥിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നത് അത് സംവാദത്തിൽ നടത്തുകയാണ്, അത് വാദമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്നാ ഞങ്ങളുടെ വാദം. അതുകൊണ്ടാണ് എന്ന് വാദം എഴുതണമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് കളിച്ചിട്ട് നിങ്ങൾ നേരത്തെ എഴുതി തന്ന വാദം മാറ്റിയിട്ടാണ് ഇവിടെ രണ്ടാമത് 2 കൂട്ടരും വാദം തരണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മാറ്റിയിട്ടാണ് കൊടുത്തത്. അപ്പോ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധ്യമല്ല എന്നാണ് നിങ്ങൾ വാദം തന്നത്. ഞങ്ങൾ പറഞ്ഞു സമർത്ഥിക്കാൻ തയ്യാറാണോ അല്ലേ എന്നതല്ല ഇവിടെ വാദം. അത് ഞങ്ങൾ സംവാദത്തിൽ കാണേണ്ടതാണ്, ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. മറിച്ച് നബിയുടേതാണോ അല്ലേ എന്നാണ് പറയേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോ നിങ്ങൾ ഒരു നിലക്കും നിങ്ങൾ വിട്ടുതരുന്നില്ല എന്ന് കണ്ടപ്പോൾ, ഒന്നാമത്തെ വാദത്തിൽ നിങ്ങൾ മാറിയത് കണ്ടപ്പോൾ സ്വാഭാവികമായും സംവാദം നടക്കാൻ വേണ്ടി ഞങ്ങളൊരു വിട്ടുവീഴ്ച നൽകി. ആ വിട്ടുവീഴ്ച ഞങ്ങൾ നൽകിയ ഉദാരതയാണ്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല. 1-ാം വാദം, 2-ാം വാദം, 3-ാം വാദം. എവിടുന്നാണ് നിങ്ങൾ കിതാബ് ഓതിയത്? നിങ്ങൾ എങ്ങനെ കിതാബ് ഓതി പഠിപ്പിക്കുന്ന സമയത്തെ എന്താ മർക്കസിലെ ദർസിന്റെ അവസ്ഥ? ഇതല്ലേ നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ചത്? അതുകൊണ്ട് പൊന്നു സുഹൃത്തെ, ഞങ്ങൾ പറഞ്ഞ വാദം വളരെ കൃത്യമാണ്. കാന്തപുരം മർക്കസിൽ സൂക്ഷിച്ച മുടി നബിയുടേതല്ല എന്നാ ഞങ്ങളുടെ വാദം. അത് സമർത്ഥിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ വാദെഴുതിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു സമർത്ഥിക്കലും സമർത്ഥിക്കാതിരിക്കലല്ല വിഷയം, ആണോ അല്ലേ എന്ന് എഴുതണം. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ വിട്ടുവീഴ്ച തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു തന്നത്. നബിയുടേതാണ് ആ മുടി എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധ്യമല്ല.
വളരെ കൃത്യമാണ്. നിങ്ങൾ രണ്ടാമത് എഴുതി തന്ന വാദത്തിന് ഞങ്ങൾ മറുവാദം എഴുതിയതാണ്. വാദം ഇപ്പൊ ക്ലിയറായി. ഇനി ഒന്നാം വാദം രണ്ടാം വാദം എന്ന് പറയേണ്ട, വിഷയം ക്ലിയർ ആയിട്ടുണ്ട്. മധ്യസ്ഥന്മാർക്ക് ഇടപെട്ട് തീർക്കാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഓ, ഈ കവലകളിൽ തോറും തെറി പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ ഞങ്ങൾക്കും ഒരു അഡ്ജസ്റ്റ്മെന്റോ കുടുങ്ങിയിട്ട് തന്നെ ചെയ്തതങ്ങള് സമൂഹത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾ തൊള്ളോന്ന് പറഞ്ഞില്ല സുഹൃത്തെ, ഇത്ര കച്ചറ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടട്ടം അഡ്ജസ്റ്റ് ചെയ്ത് തന്നതാണ്. നിങ്ങൾ നമുക്ക് സ്നേഹം കൊണ്ടേ. ഓ, കല്യാണക്കാരും ചർച്ച ചെയ്യല്ലേ ഇവിടെ. ദീനിന്റെ കാര്യത്തിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ്? ഹക്ക് പറഞ്ഞാൽ ഉറച്ചു നിൽക്കണം, മാറ്റമില്ല. മാറ്റണ്ട്, അതന്നെ പറയും, അതൊക്കെ പിടിക്കട്ടെ. ഇവിടെ ആദ്യം മുതൽ ചർച്ച തുടർന്നു. ഇന്നൊന്നുകൂടി സമൂഹം ഇതൊക്കെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. കാന്തപുരം മർക്കസിൽ സൂക്ഷിച്ച തിരുവേഷം ആദരിക്കപ്പെടേണ്ടതാണെന്നും അതുകൊണ്ട് ബറക്കത്തെടുക്കൽ പ്രമാണവിരുദ്ധമല്ലെന്നും തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ വാദം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അല്ലെന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായ സമയത്ത് ആണെന്ന് മാത്രമല്ല ആദരവോടുകൂടി അതിന്റെ മുമ്പിൽ സമീപിക്കണമെന്നുകൂടി എഴുതിത്തന്ന ഇത്ര വ്യക്തമായ ലളിതമായ വാദത്തിൽ നിന്ന് സമയം എത്ര ആയി നിങ്ങൾ ഒച്ചുണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ നിങ്ങൾ ചോദിക്കണത് നിങ്ങൾ ആണെന്ന് പറയോ? പൊന്നാര മാണിക്കക്കല്ലേ, മാണിക്കക്കല്ലേ ആദരിക്കണം, തിരുകേശത്തെ ആദരിക്കണം, തിരുകേശത്തെ ആദരിക്കണം. ഇനി എന്തിനാണ് നിങ്ങൾ ഈ പദചർച്ചയിൽ കൂടുന്നത്? നേരത്തെ ഒരു സാലിബ കുല്ലി പറഞ്ഞിരുന്നു, അത് മറക്കണ്ട, അവസാനം വരെ ഞാൻ ആവർത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കെ സകല സാധ്യതകളും ഇല്ലാതെയാക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. കോടതി പരിചയമുള്ളവർ ഇത് കേൾക്കട്ടെ. എല്ലാവരും കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാകും. ഈ ക്യാമറക്ക് റഷീദ് സഖാബിന് മുഖത്തേക്കല്ലേ ചെല്ലണ, ശരിക്കും മനസ്സിലാകുമല്ലോ. ആ മുഖത്ത് ജാഗ്രത കെ സാഹിബ് തല പൊന്തിക്കൂടില്ലല്ലോ, എല്ലാവരും കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരേ ഒരു ചോദ്യമുള്ളൂ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച കേശങ്ങൾ നബിത്തങ്ങളത് ആണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടോ? അത് മാത്രം ഞങ്ങൾ പറയുന്നു. അല്ലാന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ 1000 വട്ടമല്ല, ഇനി റഷീദ് സഖാബിന്റെ വാക്ക് കടമെടുത്ത് പറയാം, 10,000 കുതിര ശക്തിക്ക് ഞങ്ങൾ തയ്യാറാണ്. അല്ലെന്ന് പറയാൻ, ആണെന്ന് പറയാൻ, ആണെന്ന് പറയാൻ വേറെ ചർച്ചല്ല, ആണെന്ന് പറയാൻ വേറെ ചർച്ച നമുക്കില്ല. വേറെ ചർച്ചകളല്ലോ ഒരുപാട് പറയാനുണ്ട്. നിങ്ങളെ പൊന്മുടത്തിൽക്കാർ മുസ്ലിം പറഞ്ഞിട്ടുണ്ടല്ലോ റോങ്, നമുക്ക് പറയാനുണ്ട്. റഷീദ് സഖാബി നിങ്ങൾ ചിരിയുണ്ടല്ലോ. കാന്തപുരം വിഭാഗം 3 ഗ്രൂപ്പാണ്. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്? ഞങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. അതൊക്കെ വേറെ ചർച്ചകളാണ്. അതൊക്കെ ക്ലിപ്പ് ഇൻഷാല്ലാഹ് നമുക്ക് പിന്നീട് കേൾക്കാം. അതൊക്കെ അവിടെയുണ്ട്. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയങ്ങൾ. അങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്? അതല്ല ഇവിടുത്തെ വിഷയം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേശങ്ങൾ എന്താ സഖാഫി? നിങ്ങൾ എത്ര സ്ഥലത്ത് പ്രസംഗിച്ചതാണ്? ഒന്ന് ധൈര്യപ്പെട്ടോടെ. നിങ്ങളിപ്പോ വന്നിട്ട് എന്താ ചെയ്തത്? എത്ര സ്ഥലത്ത് വെല്ലുവിളിച്ച ആള് നിങ്ങൾ പാകം ചെന്ന മൈക്കെടുത്തിട്ട് മാത്രം ഒന്ന് എണീറ്റിൽ പറയും, ആണത്തുണ്ടെങ്കിൽ പറയും. കാരന്തൂർ മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ച കേശങ്ങൾ റസൂലുള്ളാഹിന്റെ ആണ് ആണ് എന്ന് പറയാം. ഒരു ധൈര്യം നടത്തുകൾ സാരി. നിങ്ങൾക്ക് ഇത്ര പ്രായമുള്ള ആളോടുണ്ടായിട്ടൊന്നും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വിഷമുണ്ട്, ഒന്ന് പറയും. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ട, തോറ്റിട്ടാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തപ്പോഴാ ഇത് നടക്കുന്ന ആഗ്രഹം കൊണ്ട് നിങ്ങൾ പിടിപിടി നിൽക്കുന്നുണ്ടോ? എങ്ങനെയാണ് കഴിച്ചിടാകാന്? നടക്കൂല സഖാഫികളെ. കൗമുദി കേൾക്കുന്നുണ്ട്, കണ്ടോ? നിങ്ങളെ സ്ത്രീകളെ കേൾക്കുന്നു, അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആദരിക്കേണ്ട വേറെ ചർച്ചയാണ്. ആദരിക്കലല്ല ഇവിടെ ചർച്ച. അത് കാന്തപുരം കൊണ്ടുവന്ന കേശങ്ങൾ റസൂലുള്ളാഹിന്റെ ആണോ അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ഞങ്ങൾ അന്തസ്സോടെ പറയുന്നു അല്ല, അല്ല. അതിനുവേണ്ടി എത്ര സംവാദം നടത്താനും നിങ്ങൾ തയ്യാറാണ്, തയ്യാറാണ്, തയ്യാറാണ്. ഇതുവരെ തിരിച്ചോട്ട് പറയാൻ കഴിയോ? ആണെന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, തയ്യാറാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ? അപ്പോ നിങ്ങളിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഈ എഴുതിയാലും പോരാ, ഇതുവരെ പറഞ്ഞൊന്നും പോരാ. ധൈര്യമുണ്ട്, 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 ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇങ്ങനെ കവലകളിലെ രാഷ്ട്രീയ സ്വഭാവത്തിലെ ജാടകളെ കൊണ്ട് ഇവിടെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. നിങ്ങൾ എഴുതിയത് വ്യക്തമായും രേഖയുണ്ട്. ഇത് കേട്ടോളി. ഇത് സമൂഹത്തിന് തിരിഞ്ഞിഞ്ഞും കുടുങ്ങി അടങ്ങറാക്കല്ലേ. ആ ആൾക്കാർക്കുണ്ടൊരു ബേജാറ്. എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കണം? നിങ്ങൾ കേട്ടില്ല? നിങ്ങൾ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച തിരുകേശം ആദരിക്കപ്പെടേണ്ടതാണെന്ന് ഞങ്ങൾ എഴുതിയില്ലേ? സമൂഹമേ, നിങ്ങൾക്ക് തിരിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് തിരുകേശമാണ്, തിരുകേശമാണെന്ന് എഴുതിയില്ലേ? തിരുകേശമാണെന്ന് എഴുതിയില്ലേ? തിരുകേശമാണ്. കാന്തപുരം
പറ. കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച തിരുകേശം ആദരിക്കപ്പെടേണ്ടതാണ്. തിരുകേശം അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ടതാണെന്ന് എങ്ങനെ പറയും? ഇതാരോടാണ് നിങ്ങൾ പറയുന്നത്? തിരുകേശമല്ലെന്നും ആദരിക്കപ്പെടേണ്ടതാണെന്നും ഇതെങ്ങനെ നോക്കൂ? തിരുകേശത്തെ ആദരിക്കണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? ഇതെത്ര വ്യക്തം? നിങ്ങൾക്ക് വരെ എത്ര വ്യക്തം? ഇനി എന്താ ബാക്കി? ഇനി നിങ്ങൾ കേൾക്കാൻ ഒരു പൊട്ടത്തര അവിടെ സംഭവിച്ചത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തില്ലേ? നേരത്തെ വലിയ അണ്ണാക്ക് പൊളിച്ചൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ല നിങ്ങൾ പറയല്ലേ, അതൊക്കെ ഒരു വാദ എന്ന് ഞങ്ങളോട് ചോദിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ എഴുതിയതെന്താ? ദാരിമിസ്താദേ ഇസ്മാ കലാമി ലോ സമാഹത്ത്. കഴിയില്ലെന്നത് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. നിങ്ങൾ ഞങ്ങളോട് എഴുതിയ ചക്കര, ഞങ്ങൾ നിങ്ങളോട് എഴുതിയ അല്ല, നിങ്ങളത് ചക്കരയും ഞങ്ങളത് കൊപ്പരയും. ഇതെന്താ അങ്ങനെ? നേരത്തെ ഞങ്ങൾ എഴുതിയപ്പോൾ നിഷേധിച്ച അതേ വാദം ഇപ്പോൾ നിങ്ങൾ തിരിച്ചെഴുതി. ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് നിങ്ങൾ ഓടി വന്നു. നിങ്ങൾക്ക് തോന്നി ഓല് പറഞ്ഞതാ ബുദ്ധി, നമ്മൾ അങ്ങനെ എഴുതടാ, എഴുതി. ഇത് രണ്ട് സമൂഹം അറിയട്ടെ. അറിയുന്നുണ്ട്, സമുദായം ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ ഇത്ര വിട്ടുവീഴ്ച ചെയ്യുന്നതിനാ? നടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളെ ലൈവിന്റെ കാര്യമൊന്നും പറയണ്ട. ഞങ്ങൾ പറഞ്ഞെന്താ ലൈവിന്റെ കാര്യം എന്താ? റഷീദ് സഖാഫി ഫോണിലൂടെ ആണെങ്കിൽ തുറന്നു പറയും. റഷീദ് സഖാഫി അതാണ് ഉഷാടെ പറഞ്ഞത്. ഫോണിലൂടെ ആണെങ്കിൽ റഷീദ് സഖാഫി നിങ്ങൾക്ക് അറിയില്ല ജിഷാനോട് എന്തൊക്കെ പറഞ്ഞത്? നിങ്ങൾ മുണ്ടിലൂടെ നിങ്ങൾ പറഞ്ഞ ജീവനില്ലാത്ത അന്ന് നിങ്ങൾ പറഞ്ഞെന്താ? ജീവനില്ലാത്ത എന്റെ മുടി മണലടി ആഖിറത്തിലല്ലാറില്ലേ? മണലടി അല്ല, ഇപ്പൊ മണ്ണാർക്കാടിൽ രണ്ടാളുണ്ട്, ദുനിയാവിൽ തന്നെയാണ്. ധൈര്യം പറയാന് എന്താമുണ്ടാത്തത്? മുണ്ടൂര റഷീദ് സഖാഫി മിണ്ടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ജിഷാനോട് പറഞ്ഞെന്താ? അതാണ് ഉഷാദ് പറഞ്ഞത്. ലൈവാണ് നിർത്തിക്കഴിഞ്ഞാൽ സ്വകാര്യമായിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി, റഷീദ് സഖാഫി ആ മുടി റസൂൽ അല്ലേ? നമ്മക്കറിയാം, ഒരു 4 ചിരിയും കിട്ടും. അതേതാ മുടി നമ്മക്കറിയില്ലേ? ജിഷാനോട് തുറന്നു പറഞ്ഞേ. ആത്മാർത്ഥം നിങ്ങൾക്ക്, അല്പം തൊട്ടുന്നുണ്ടോ? അതെല്ലാം മൈക്ക് കൊടുക്കാത്ത നിങ്ങൾക്ക് എന്തൊക്കെ മൈക്ക് തരാത്തത്? നിങ്ങൾ അന്ന് പള്ളിക്കെന്ന് പറഞ്ഞെന്താ? ജീവനില്ലാത്ത എന്റെ ഇപ്പൊ ജീവനുള്ള ഒരു കുഴപ്പവുമില്ലാതെ മുന്നിലത്തെ റഷീദ് സഖാഫിക്ക് ആ ക്ലിപ്പിനെ കുറിച്ചൊരു അക്ഷരം ഉണ്ടാകാൻ കഴിയാത്ത എന്തുകൊണ്ടാ? അതാണ് ഉഷാ സാഹിബ് പറഞ്ഞത്. എന്ത് ഇത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ റഷീദ് തുറന്നു പറയും, റഷീദ് സഖാഫി തുറന്നു പറയുന്നുണ്ട്. അത് റസൂലുള്ളാഹിയല്ല. പിന്നെ പുറത്തെങ്ങനെ പറയാ? സൈദും പറയും. സൈദ് ഇപ്പൊ ചെയർമാനല്ലേ, നമ്മള് SGവിന്റെ ചെയർമാനല്ലേ? അതുകൊണ്ട് മൈക്ക് കേൾക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ജിഷാമായിനോട് പറഞ്ഞ ക്ലിപ്പ് നമ്മളെടുത്തുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ലേ? എന്താ സായതി ഇത്രയും പ്രായമായിട്ടെങ്കിലും ഇനിയെങ്കിലും മാറി ചിന്തിച്ചുകൂടെ? അള്ളാന്റെ റസൂലിനെ കൊണ്ടല്ലേ കളിക്കുന്നത്? മുത്തുനബിയെ കൊണ്ടല്ലേ കളിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് കളിപ്പിക്കുമ്പോ ഞങ്ങളെ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. ഞങ്ങൾക്കറിയോ സനദണ്ടെന്ന് പറഞ്ഞ് കാന്തപുരം, എന്നിട്ടതോ സ്വപ്നമുഖന് കിട്ടി സനദെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങി പറഞ്ഞത് സനദല്ല നസബയാണ്. പിന്നെ പറഞ്ഞു അത് ഒരു സംക്ഷിപ്തമായ സനദാണ്, അടിരേഖ അവിടെയാണ്. ഇങ്ങനെയൊക്കെ എന്താണ് പുത്ത്? എത്ര ആളെ പേര് പറഞ്ഞു? എല്ലാവരും ശ്രദ്ധിക്കുക. എത്ര ആളെ പേര് ഇതിൽ വന്നു? ഇത് വായിച്ചില്ലല്ലോ, ഇതും നിങ്ങൾ തന്നതാണ്, ഇതും വായിച്ചില്ലല്ലോ. നിങ്ങൾ എന്താ ചർച്ച അങ്ങനെ ഉരുട്ടിയിട്ട് രക്ഷപ്പെടാനാ? ഇത് തീരുമാനമാകുന്നു, ആയിക്കൊണ്ടിരിക്കുന്നു പുറത്തൊരു സമൂഹം ഇത് കണ്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒളിക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ. തീരുമാനം മാറ്റി നബി സല്ലല്ലാഹു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാനന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി തങ്ങളുടേതല്ലെന്ന് ഞങ്ങൾ സമർത്ഥിക്കാൻ തയ്യാറാണ് എന്ന് എഴുതി വന്നതല്ലേ നിങ്ങള്? എന്തെങ്ങൾ മാറ്റിയത്? ഞങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ മാറ്റിയോ? നിങ്ങൾ അയിമ തന്നെ നിക്കി. നിങ്ങൾ നടത്താനാ നിങ്ങൾ ആ എഴുതിയത് നിങ്ങൾ സമ്മതിക്കും, ഞങ്ങൾ എഴുതി ഞങ്ങളും സമ്മതിക്കാം. പരിപാടി നടക്കട്ടെ പ്ലീസ്. നടത്താനാണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കൂ, ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. മറിച്ച് നിങ്ങൾ രണ്ടാമട്ടൊന്ന് തിരിച്ചില്ലേ, അവിടെങ്കിലും നിക്കി, ഞങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന ആദ്യത്തെ രേഖയിൽ നിങ്ങൾ നിന്നാൽ ഞങ്ങൾ കൂടെയുണ്ട്. രണ്ടാമത്തെടുത്ത് നിന്നാൽ രണ്ടാമത്തോടത്തുണ്ട്. മൂന്നാമത്തോടത്തേക്കാണ് നിങ്ങൾ വന്നത്. മൂന്നാമത്തോടത്തേക്കാ വന്നത്. ഇല്ലാന്നാ വേജാറ്. അതിലൊരു വേജാറുണ്ട്. നിങ്ങൾക്കൊരു കാര്യം, ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഒന്ന് ആലോചിച്ചിട്ട് മതിയാ നീ വേറെ ഓരോ കാര്യങ്ങൾ ആവശ്യമില്ലാത്തൊരു പരിപാടിക്ക് നിന്നിട്ട്.
ഇപ്പൊ മൂജബകുലിയും സാലിബകുലിയും പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കൂടെ എന്തൊക്കെ ആളെ പറഞ്ഞു. നിങ്ങൾ സാലിബകുലി ചർച്ച ചെയ്താൽ അതിനെക്കുറിച്ചൊരു ധാരണ. സാലിബകുലിന്റെ ജുസി പറഞ്ഞു കഴിഞ്ഞാൽ മൂജബ ജുസി മതി മാണിക്കല്ലേ സാലിബ കുല്ലിക്ക് നഖീലാവാൻ. മൂജബ ജുസിക്ക് മതി. പോരെ പോരെ ഇങ്ങനെ ആക്കി നിൽക്കണ്. എന്ത് സാലിബ കുല്ലി ഇന്ന ഈ കോലത്തിലാവോ? അള്ളാഹു അന്തം തരട്ടെ. അള്ളാഹുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരം കൂടെ നിലനിൽക്കണം. ഇളക് അതിനെന്നെ ഞാൻ നിൽക്കണം. എന്താ പറഞ്ഞത്? സഖാഫി കിതാബ് തിരിയില്ലെങ്കിലേ ഓതി പഠിപ്പിച്ചു തരാം. നേരത്തെ എന്താ സഖാഫി പറഞ്ഞത്? സാലിബ കുല്ലി എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് എഹ്തിമാലുണ്ട്. ആ എഹ്തിമാലൊന്നും ഇല്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അല്ല, അതുകൊണ്ടാണ് സാലിബ കുല്ലി എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. അതാണ് മൗദൂ. ഈ വാചകത്തിന്റെ മൗദൂ എന്താ? കിതാബ് തിരിയില്ലെങ്കിലേ ഓതി പഠിക്കാൻ വേണ്ടി നമ്മൾ ദർശകനുവാ കേട്ടോ. ഇതിപ്പോ നേരത്തെ പറഞ്ഞെന്താ? എഹ്തിമാലുണ്ടെങ്കിൽ ആ സാലിബ കുല്ലി പോലെയും. ഇപ്പൊ പറഞ്ഞെന്താ? മൂജബ ജുസി കൊണ്ടുപോലെയും. എഹ്തിമാലാണോ മൂജബ ജുസി? എന്ത് സഫാഹത്താ നിങ്ങൾ പറയുന്നത്? അത് വിഡ്ഢിത്തരം. കിതാബ് ഓതി പഠിക്കാതെ തോന്നിയാസം പറയാം. ഇവരെന്താ ഞങ്ങളെന്താ എഴുതി തന്നത്? ഞങ്ങൾ കൃത്യമായി എഴുതി തന്നു. കാരന്തൂർ മർക്കസിലുള്ള കാന്തപുരം സൂക്ഷിച്ച മുടി നബിയുടേതല്ല എന്ന് ഞങ്ങൾ സമർത്ഥിക്കും എന്നുള്ളത് ഇസ്ബാത്താണ്. ഇസ്ബാത്ത് എന്തിനെയാ സമർത്ഥിക്കുക? ദഅവയാണ്, വാദത്തെയാണ്. സമർത്ഥനമല്ല വാദം, സമർത്ഥിക്കപ്പെടുന്നതാണ് വാദം. പഠിച്ചോ? ഇസ്ബാത്ത് അതാണ് സമർത്ഥനം. എന്തിനെ? ദഅവയെ. തിരിയാത്ത കിതാബ് തിരിയാത്ത സഖാഫി തോന്നിയാസം പറയണല്ലേ? നിങ്ങൾക്ക് കാന്തപുരത്തിന്റെ മുടി റസൂലിന്റേതാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഉണ്ടെങ്കിൽ എഴുതുക. അതിന് നിങ്ങൾ തയ്യാറാവാത്തതുകൊണ്ട് നിങ്ങൾ എഴുതി തന്ന വാദത്തിൽ നിന്ന് പിന്മാറിയിട്ട് മറ്റൊരു വാദം എഴുതി തന്നപ്പോഴാണ് സംവാദം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എഴുതി തന്നു. കാരന്തൂരിലുള്ള കാന്തപുരത്തിന്റെ മുടി നബിയുടേതാണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്കും സാധ്യമല്ല. എന്നാൽ അതിലെങ്കിലും നിങ്ങൾ സംവാദത്തിന് വരൂ. വരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചിട്ടുള്ള ആ മുടി നബിയുടേതല്ല ആണെന്ന് വാദിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ഉണ്ടോ? നബിയുടേതാണെന്ന് വാദിക്കാൻ തയ്യാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണെന്ന നിലക്ക് അതിനെ ആദരിക്കണം എന്ന് പറയുന്ന ഞങ്ങളോട് നിങ്ങൾ തിരുകേശമാന്ന് പറയാൻ തയ്യാറുണ്ടോ? എഴുതിത്തന്ന എന്താണ് നിങ്ങൾ ഒച്ചട്ടത്? നിങ്ങൾക്ക് ഇളകുന്ന എനിക്കറിയാം. ഇളക്കാൻ ഞാൻ പറഞ്ഞു നോക്കിയത് ഇളകി. എന്നിട്ടോ സാലിബ കുല്ലിമല് ഇഹ്തിമാല് മൂജബ ജുസിയാവോ? മൂജബ ജുസി ആണെങ്കിൽ വല്ല നിയമമുണ്ടാകും. ഇഹ്തിമാലാവാൻ പാടില്ല. ഇഹ്തിമാലിന്റെ വിഷയത്തിലാണോ സാലിബ കുല്ലി? ഇഹ്തിമാൽ മൂജബ ജുസിയാകും. വേണ്ട ചർച്ച ചെയ്യണം. പിന്നെ എങ്ങനെ മനസ്സിലാവുക? ഓതുന്ന കാലത്ത് ഓതിയിട്ടില്ല, ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നില്ല. സാലിബ കുല്ലിയുടെ വിഷയം ഇഹ്തിമാലിന്റെ മേറ്ററിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഒരു സാധ്യത ഉണ്ടായാൽ അതിന്റെ നഖീലയാണ്. മനസ്സിലാക്കുക. സാലിബ കുല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകാൻ ഈ തിരുകേശത്തിന് ഒരു സാധ്യതയും ഇല്ല. നിങ്ങൾ ഒരു സാധ്യതയെങ്കിലുണ്ട്, ബസ് അത് മതി നിങ്ങളുടെ വാദം പൊളിയാൽ. ഇതാണ് മൂജബ ജുസി. ഇഹ്തിമാല് മൂജബ ജുസിയാകോ ഓതണം. ഇതൊക്കെ ഈ ഉസ്താദുമാരും കേൾക്കട്ടെ, മുതഅല്ലിമീങ്ങളും കേൾക്കട്ടെ. ഇതിന്റെ മാനദണ്ഡം അന്തമില്ലായ്മയാണെന്ന് തിരിച്ചറിയട്ടെ. അള്ളാഹു ബോധം തരട്ടെ. വിഷയം മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാരന്തൂരിൽ സൂക്ഷിച്ച കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അല്ലെന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് നിങ്ങളുടെ വാദം നിങ്ങൾ പറഞ്ഞിരിക്കെ ഞങ്ങൾ തിരിച്ചു പറഞ്ഞെന്താ? ആണെന്നല്ല നിങ്ങൾ പറഞ്ഞു. എവിടെ നിങ്ങൾ ഞങ്ങൾ എന്താ പറഞ്ഞു? ആണെന്നല്ല അല്ല എഴുതിയില്ലേ? മധ്യസ്ഥ കേക്ക്. ഇപ്പൊ ഞങ്ങൾ ധാരണ എത്തി. അൽഹംദുലില്ലാ എത്തി. അഥവാ അവരെഴുതിയത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം മസ്ജിദിൽ സൂക്ഷിച്ചു വെച്ച തിരുകേശം. കേശം ടൈം കുറച്ച് കിട്ടിയില്ലേ? കേശം റസൂലുള്ളാഹി തങ്ങളുടേത് അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങളോ ഞാൻ വായിക്കട്ടെ. സമൂഹത്തിന് തോന്നട്ടെ ഇതതിനെതിരാണോ? പറയണം. വായിക്കാൻ സമ്മതിക്കൂ, വായിക്കാൻ അനുവദിക്കൂ. സമൂഹം കേൾക്കട്ടെ. ലൈവ് ഓണായാലും ഓഫായാലും കാരന്തൂർ മർക്കത്തിൽ സൂക്ഷിച്ച തിരുകേശം ആദരിക്കപ്പെടേണ്ടതാണെന്നും അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ പറ്റുമെന്നും
അത് പ്രമാണ വിരുദ്ധമല്ലെന്നും ഞങ്ങൾ പറയുന്നു. തിരുകേശമാണെന്നും മാത്രമല്ല, അത് തിരുകേശമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, അത് തിരുകേശമാണെന്ന് അംഗീകരിച്ചുകൊണ്ട്. പിന്നെ വലിയ സംസ്കാരമൊക്കെ പറഞ്ഞിട്ട് ഇടപെട വിളിക്കുന്നത് ശരിയല്ല കേട്ടോ. നിങ്ങൾ വലിയ ആദ്യ സംസ്കാരം പറഞ്ഞിട്ടു എന്നിട്ട് ഇടപെടൊക്കെ വിളിക്കുന്നത് അത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നില്ല കേട്ടോ. അത് വേണ്ട. കുട്ടിനോട് ഇത് കുട്ടിയോ? ഇതന്നെ നിങ്ങൾക്ക് പറ്റുന്ന കുഴപ്പം. കുറെ കുട്ടികൾ സംഘടിപ്പിച്ചു വെച്ചു മനസ്സിൽ. അതാണ് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ. എന്നിട്ട് അതൊക്കെ റസൂലുള്ളാഹിനെ പറയും ചെയ്യാം. അത് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെ എന്തൊക്കെയോ സങ്കല്പിച്ചു വെക്കുന്നു. അതൊക്കെ ഇതേ ഞങ്ങൾ തന്നത് തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇത് ഞങ്ങൾ തീർത്തു പറയുന്നു. ഇത് തന്നെ റഷീദ് സഖാഫി വേറൊന്നും പറയണ്ട. ഞാൻ വെല്ലുവിളിച്ചത് ഈ പള്ളിക്കുന്നിൽ എല്ലാവർക്കും അറിയാം. ഞാൻ വെല്ലുവിളിച്ചെന്താ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് അല്ല. നിങ്ങൾ പറഞ്ഞ വാമൊഴി പോരാ വരമൊഴിയായിട്ട് ഇത്തരം പറഞ്ഞു എഴുതി തന്നു. ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞേട്ടെ കേക്ക്. എന്നിട്ട് കഴിഞ്ഞ് പറഞ്ഞോ എന്താ മൈക്കെടുത്ത് പറയാൻ പേടി? എന്താ റഷീദ് സഖാഫി മൈക്കെടുത്ത് പറയാൻ പേടി? ഞാൻ പറഞ്ഞ ദിവസം പറഞ്ഞോ? ഇപ്പൊ ഞാൻ ഇതാ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞത് മൈക്ക് ഓഫ് ആക്കാനേ. ഇപ്പൊ കണ്ടോ മൈക്കിന് മുമ്പ് പറയും. മൈക്കിന് മുമ്പ് കൊണ്ടില്ല. എന്തെങ്കിലും മൈക്കെടുക്കത്തിന് പേടി? നിങ്ങൾ പറയും. ഞങ്ങൾ തന്ന കത്തിന്റെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നത് അല്ല. ആണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇത്ര ചോദിക്കുന്നുള്ളൂ. എന്താ സിദ്ദീഖ് സഖാഫി എത്ര ഗണ്ണ നടത്തിയ ആളാണ്? ഒന്ന് പറയും. ആണ് എന്തെങ്കിലും ഇത്ര പഴംപേടി ആണ് പറഞ്ഞത്. ഇതാ ഞങ്ങൾ ഇപ്പോഴും ഉയർത്തി കാണിക്കുന്നു. ഞങ്ങൾ പഴയ വാദം ഇപ്പോഴത്തെ വാദം ഒരു മാറ്റമില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. ഞങ്ങൾ 1000 വട്ടം തയ്യാറാണ്. ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് പറയുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ 10,000 വട്ടം തയ്യാറാണ്. ഒന്ന് പറയും. നിങ്ങൾ ധൈര്യം ഉണ്ടെന്ന് പറയും. എന്താ പറയാത്ത? ഞങ്ങൾ പറഞ്ഞു നോക്കണ്ട. ഇപ്പോഴും ലൈവായിട്ടെല്ലാം കേൾക്കട്ടെ. ഒന്നുകൂടി പറയുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് അല്ല എന്ന് തെളിയിക്കാൻ 1000 10,000 എത്ര കുതിര കുട്ടിയാലും വേണ്ടില്ല. നിങ്ങളുടെ കുതിര വേണ്ടില്ല. എത്രയായാലും വേണ്ടില്ല. ഞങ്ങൾ തയ്യാറാണ്. സഖാഫി പേരുണ്ടോ പറയാൻ? ഞങ്ങൾ പറഞ്ഞതുപോലെ തിരിച്ചു പറയാൻ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് ആണെന്ന് പറയാൻ പേരുണ്ടോ? എഴുത്. ടൈം കഴിഞ്ഞു. ആണ് 1000 വട്ടമാണെന്ന് എഴുതി കഴിഞ്ഞു. നിങ്ങളുടെ മധ്യസ്ഥന്റെ തീരുമാനമാണ് പറയുന്നത്. ഒന്നും അല്ല. എന്നാല് നിങ്ങളുടെ മധ്യസ്ഥന്റെ തീരുമാനം നിങ്ങൾ പറയല് ഇതൊക്കെ തന്നെയാണ്. ഇതിനൊക്കെയാണ് ഒരുങ്ങിയല്ലേ? സമൂഹം തിരിയട്ടെ, കാര്യം തിരിയട്ടെ. വേറെ ആളി പിടിക്കും. ഒരു മിനിറ്റ് നിങ്ങൾ എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? ഒരു മിനിറ്റ്. നമ്മൾ ഈ ചർച്ച നമ്മൾ നേരത്തെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ മധ്യസ്ഥന്മാർ തീരുമാനിച്ചിട്ട് പറഞ്ഞിരുന്നു. 2 കൂട്ടരും സമ്മതിച്ചിരുന്നു 3 മണിക്കൂർ സമയമെന്ന്. ആ 3 മണിക്കൂർ സമയം ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ചർച്ച തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഫസ്റ്റില് പിന്നെങ്ങനെ മാറില്? ഓക്കെ നിങ്ങൾക്ക് മറുപടി പറയണ്ട. അപ്പൊ ഇവർ മറുപടി പറയാൻ പറ്റൂല. ഓക്കെ, ഇനി ഞങ്ങൾ മധ്യസ്ഥന്മാരുടെ തീരുമാനം. ഒരു അഭിപ്രായം പറയണേ. ഞങ്ങൾ മധ്യസ്ഥന്മാർ പറഞ്ഞ് ഒരു 5 മിനിറ്റ് വീതം രണ്ടുപേരും. ഇതിപ്പോ നിങ്ങൾ ഈ പ്രശ്നം ചർച്ച ചെയ്തിട്ട് നമ്മൾ സമയം നിശ്ചയിച്ചു. ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ലെന്നാണ് മനസ്സിലാകുന്നത്. മധ്യസ്ഥന്മാർ ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്ത തീരുമാനം 5 മിനിറ്റ് വീതം. 5 മിനിറ്റ് വീതം 2 വിഭാഗം. 5 മിനിറ്റ് വീതം 2 വിഭാഗം പറഞ്ഞു പിരിയട്ടെ. പറഞ്ഞോളൂ. കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആദ്യത്തെ നിങ്ങൾ പറഞ്ഞ 2 മിനിറ്റ് ബാക്കിയുണ്ട്. ആദ്യം തുടങ്ങിയതിന്റെ ഈ രണ്ടിടത്ത് നിങ്ങൾ അങ്ങനെ വാശി പിടിക്കൽ ഉസ്താദന്മാരെ. അതായത് നമ്മുടെ ഈ ചർച്ച, ഒരു മിനിറ്റ്, ഈ ചർച്ചയുടെ അസല് നമ്മൾ തുടങ്ങിയത് നിങ്ങളല്ല തുടങ്ങിയത്. ഈ ചർച്ചയുടെ അസല് ആദ്യം തുടങ്ങിയത് നിങ്ങളല്ലേ? അല്ലേ? ഒരു മിനിറ്റ്. ഈ ചർച്ചയുടെ അസല് തുടങ്ങിയത് നിങ്ങളല്ലേ? ആണ്. ഇനി അത് പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് ഉസ്താദന്മാരെ, അത് കഴിഞ്ഞതിന് ശേഷം ഇതോടുകൂടി ഇവരുടെ ഒരു അവസരത്തോടുകൂടി അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് വിഭാഗത്തിനും അവലോകന സമയമാണ്. ആ അവലോകനം ആദ്യം വരെ നടത്തും. നിങ്ങൾ പിന്നെ നടത്തിക്കോളൂ. പോരാ, നിങ്ങൾക്ക് തൃപ്തിയല്ലേ? അത് പറഞ്ഞൊന്ന് കേൾക്കാനുള്ള ശ്രമ കാണിച്ചിങ്ങള്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പൂർത്തിയായിട്ടില്ല.
അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ ഫസ്റ്റ് തുടങ്ങിയത് ഇവിടെ തന്നെയാണെങ്കിലും ഇടയ്ക്ക് വെച്ച് വാദം വായിച്ചപ്പോ ഒരവസരം ഇവിടെ അവസാനിച്ചു. എന്നിട്ട് രണ്ടാമത് വാദം വായിച്ചതിന്റെ പേരിൽ വീണ്ടും ഇവിടെ തന്നെയാണ് തുടങ്ങിയത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടിനിടയിൽ ടാപ്പ് ചെക്ക് ചെയ്ത ഞാൻ ഇവിടെ എന്നിട്ട് നിങ്ങൾ നിർബന്ധിപ്പിച്ചതിന്റെ പേരിൽ ഒരു മിനിറ്റ് ഇരിക്കേ, ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരിൽ ഇനി നേരത്തെ പറഞ്ഞ ഒരു മിനിറ്റ് ഈ ഉസ്താദുമാരെ ഒരു മിനിറ്റ് ഇത് പറയട്ടെ, ഉസ്താദുമാരെ എന്ന് വിളിച്ച് നിങ്ങളൊരു പരിഹസിക്കുന്ന വിധത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അതിന്റെ സത്യാവസ്ഥ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ 2 മിനിറ്റ് പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതുപോലെ 5 മിനിറ്റ് പറഞ്ഞു നിർത്തും. 5 മിനിറ്റ് ആദ്യം ഇവിടുന്ന് പറയും, പിന്നെ 5 മിനിറ്റ് ഇവിടുന്ന് പറയും. അങ്ങനെ തന്നെയാണ് മധ്യസ്ഥൻ തീരുമാനിച്ചത്. അല്ല, ഇവിടെ തീരുമാനിച്ചത് എങ്ങനെയാണ്? അല്ലല്ല, അതില്ല, തീരുമാനിച്ചത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവസാനം ഇവിടെയാണ് വരിക. അല്ല, അതങ്ങനെ, അതുകൊണ്ട് തുടരും. ഇതിനു വേണ്ടി ഒരു സമയങ്ങളുണ്ടല്ലോ. സംവാദം നടത്തുന്നത് ഇപ്പൊ തീരുമാനമാണെങ്കിൽ ഈ 5 മിനിറ്റിനുള്ളിലാവും. അൽഹംദുലില്ലാ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ ഇവിടെ വന്നതും ഈ ചർച്ച നടത്തിയതും നീ കബൂൽ ചെയ്യണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷത്തിന്, അവിടുത്തെ തൃപ്തിക്ക് ഇതൊരു കാരണമായി നീ കബൂൽ ചെയ്യണേ അല്ലാ. സാധുക്കളായി ഞങ്ങളെ പാപം പൊറുക്കാൻ ഞങ്ങളുടെ ദർസിലും ഞങ്ങൾ ബന്ധപ്പെടുന്ന മറ്റു മേഖലയിലും ബറക്കത്തിന് പടച്ചുറബേ ഇത് കാരണമായി സ്വീകരിക്കണേ അല്ലോ. നീ സ്വീകരിക്കണേ അല്ലോ. ആത്മാർത്ഥമായി മാത്രം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് വലിയ വലിയ ആളുകൾ പറഞ്ഞ, ഉസ്താദുമാർ പറഞ്ഞു വന്ന തിരുകേശത്തെ ആദരിച്ചു എന്നതിന്റെ പേരിൽ ഞങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്തും അതുപോലെ വളരെ മോശമായും ചിത്രീകരിച്ച ഈ ആളുകളോട് ഞങ്ങൾ ഈ നേരം വരെ സംസാരിച്ചതിൽ നിന്ന് എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടത് അൽഹംദുലില്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അല്ലാഹു നീ കബൂൽ ചെയ്യണം. കാരണം ഇവിടെ ഈ നേരം വരെ ഞങ്ങൾ എഴുതിയ വാദത്തിൽ നിന്ന് ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. രണ്ടാമത്തൊരു വാദത്തിലേക്ക് തെന്നിമാറുകയും അതിലും ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമൊരു വാദത്തിലേക്ക് എത്തിപ്പെടുകയും ആദ്യം ഞങ്ങൾ വാദിച്ച വാദത്തിലേക്ക് തിരിച്ചു നിങ്ങൾ എത്തുകയും ചെയ്ത ദയനീയത സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, മൂജബ് കുല്ലി എന്താണെന്നും അതിന്റെ നഖീല സാലിബ് ജുസിയാണെന്നും സാലിബ് കുല്ലി എന്താണെന്നും അതിന്റെ നഖീല മൂജബ് ജുസിയാണെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞു. അത് ദാരിമിയുടെ മുഖം പറയുന്നു. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ ഇടയിൽ ഇനി ഇറങ്ങിക്കൊണ്ട് ഈ സാധ്യതകളുണ്ട് എന്ന് നിങ്ങൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞ ഈ സത്യത്തിനെതിരിൽ ഇനി ഒച്ച വെക്കരുത്. മുത്തുനബിയുടേതല്ലെന്ന് എല്ലാ നിലക്കും പറയാൻ ധൈര്യമുണ്ടോ? അത് പറ്റൂല. സാധ്യത ഒക്കെ ഉണ്ട്. എന്തിനാ കൂട്ടരെ? അഥവാ നമ്മൾ പിടിച്ച കമ്പിയിൽ കരണ്ടുണ്ടെങ്കിൽ പിടിച്ചവന്റെ ജീവൻ നഷ്ടപ്പെടും. ഇത് ഷഅറ മുബാറക്കാണെങ്കിൽ പ്രതികരിച്ചവർ മുത്തുനബിക്കെതിരിൽ തിരിഞ്ഞു എന്ന് വരും. സമൂഹമേ, സൂക്ഷിക്കുക. ഈ കക്ഷികൾ തന്നെ അത് സമ്മതിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. സ്വല്ലല്ലാഹു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ. തഫദ്ദൽ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഇതുവരെ മിണ്ടാതിരുന്നത് ഞങ്ങൾ ഈ സംവാദ വ്യവസ്ഥയിൽ ഇന്നയാള് സംസാരിക്കണമെന്ന് സിസ്റ്റമാറ്റിക്കായി തീരുമാനിച്ചതുകൊണ്ടും ഇത് നിങ്ങളുടെ സാധാരണ കവലപ്രസംഗം ആക്കാതെ നിങ്ങളെ റൂട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചതിന്റെയും പേരിലാണ്. പിന്നെ മിണ്ടാതിരിക്കുന്നത് പലപ്പോഴും പ്രായം കൂടിയ ഞാൻ, പ്രായം പറ്റേ കുറഞ്ഞ തെമ്മീസില്ലാത്തവരുടെ വൃത്തികേട് കാണുമ്പോൾ സഹി കെട്ടിട്ടാണ് എന്ന് അവിടെ മനസ്സിലാക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെടാൻ. പിന്നെ വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയം, തുടക്കം മുതൽ നിങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു ക്ലിപ്പ് എന്ന് പറഞ്ഞ ആനത്തല. ആ ക്ലിപ്പ് എന്ന് പറഞ്ഞ ആനത്തല ചർച്ചയിൽ ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് ഇറങ്ങി വന്ന് ഒറ്റ കാര്യം ഞാനിപ്പോ സൂചിപ്പിക്കുന്നുള്ളൂ. എന്റെ നാവ് കൊണ്ട് മർക്കസിൽ സൂക്ഷിച്ച തിരുകേശം ബറക്കത്തെടുക്കപ്പെടാൻ യോഗ്യമല്ല എന്ന് ഞാൻ പറഞ്ഞത് ഹലാലായ നിക്കാഹിലുണ്ടായ ആരെങ്കിലും തെളിയിച്ചാൽ ഞാൻ പൊതുരംഗം വിടാൻ തയ്യാറാണ്. അത് ബോധത്തോടുകൂടെ തന്നെയാണ്. ഞാൻ മാത്രമല്ല, ഏലംകുളം റഷീദ് സക്കാഫിയും ഓരോ വിഷയത്തിന്റെയും അതിന്റെ മെറിറ്റ് മനസ്സിലാക്കാൻ സാധിക്കായിക എന്ന ഞാൻ അതാ പറഞ്ഞ തെമ്മീസ് കുറവ്. എന്തൊക്കെയോ ആളുകൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിന്റെ അവിടെയും ഇവിടെയും കട്ട് ആൻഡ് പേസ്റ്റ് നിർവഹിച്ചിട്ട്
ചെയ്ത പണി മാറ്റി 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ നീണ്ട സംസാരങ്ങൾ, ഒരു വിവരം കുറഞ്ഞ ഒരു സാധുവായ മനുഷ്യൻ റൂട്ട് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് നടത്തുന്ന സംഭാഷണങ്ങൾ, ആ സംഭാഷണത്തിന്റെ അവിടെയും ഇവിടെയും മുറിച്ചെടുത്ത് കേൾപ്പിക്കുന്നതിന് പകരം ഞാൻ ധൈര്യത്തോടുകൂടെ അപ്പുറത്തുള്ളവർ കാണത്തമുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു. എന്റെ സംസാരങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കട്ട് ചെയ്യാതെ ജിഷാനുമായി ഞാൻ നടത്തിയ സംഭാഷണങ്ങൾ, ആ സംഭാഷണങ്ങൾ കേൾപ്പിക്കാൻ, ആ സംഭാഷണങ്ങൾ ഒന്നിരുന്ന് കേൾക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട് മർക്കസിൽ വെച്ച് പറയുന്ന സാധനത്തെക്കുറിച്ച് മോശമായി പറയല്ല മോനെ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ തിരുത്താൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമമേ ഞാൻ നടത്തിയിട്ടുള്ളൂ എന്ന് ആഖിറത്തിൽ വിശ്വസിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ഇതൊക്കെ പരലോകത്തെ ചർച്ചയ്ക്ക് വരുമെന്ന് അപ്പുറത്തിരിക്കുന്ന മൊയ്ലിയന്മാരെ മനസ്സിലാക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. സംസാരിച്ചയാള് ഞാനാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എഴുതി തന്ന ക്ലിപ്പിൽ രേഖയിൽ കൃത്യമായി പറഞ്ഞത്, മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുകേശം അത് ബറക്കത്തെടുക്കപ്പെടാനും ആദരിക്കാനും പറ്റിയതാണ്. ആ പറഞ്ഞതിൽ നിന്ന് അതിനാ തമ്മീതുള്ളവർക്കൊക്കെ മനസ്സിലാകും അത് തിരുകേശമാണെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന്. പക്ഷേ എന്നിട്ടും റൂട്ടിലേക്ക് വരാതെ, വാദത്തിന്റെ കൃത്യമായ അവസ്ഥയിലേക്ക് വരാതെ ഞങ്ങൾ ആദ്യം പറഞ്ഞു എന്ത് രസകരമാണ് ഇവിടുത്തെ സംഭവം, ഇത് നിങ്ങളൊന്ന് സ്വസ്ഥായിട്ടിരുന്നിട്ട് പരസ്പരം കൂടി ബഹളം ഉണ്ടാക്കാതെ ഈ സീഡി ഒന്ന് ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എത്തി നിൽക്കുന്ന അപകടത്തിന്റെ അവസ്ഥ എന്തുമാത്രം ഗുരുതരമാണെന്നൊന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. വാസ്തവത്തിൽ ഇവിടെ ഇത്തരം ഒരു ചർച്ചയൊന്നും നീട്ടിക്കൊണ്ടുള്ള കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ എഴുതി തന്ന വിഷയം, ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് റെഡിയാണെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ വന്നത്. പക്ഷെ എന്നിട്ടും ക്രമപ്രശ്നം ഉന്നയിച്ച് ഈ ചർച്ചയുടെ റൂട്ട് മറ്റൊരു വഴിക്ക് വഴിതിരിച്ചു വിട്ടത് ഒരു കാരണവശാലും ഈ സംവാദം നടക്കരുതെന്ന് നേർച്ചയാക്കി വന്നവരാണ് നിങ്ങൾ എന്നതുകൊണ്ടാണ്. എന്നിട്ട് വിഷയത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു മറിമായ ഉണ്ടാക്കി. ആ മറിമായ ഉണ്ടാക്കിയപ്പോ ഞങ്ങൾ എന്താ പറഞ്ഞേ? ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ തിരുകേശല്ല എന്ന് ഉറപ്പിച്ചു വാദിച്ചപ്പോ അത് നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അത് വാദമല്ല നിങ്ങൾ പറഞ്ഞു നോക്കി. പക്ഷെ അല്ലാഹു തആല മൂന്നാമത്തെ വാദം നിങ്ങൾ വാക്ക് മാത്രമല്ല രേഖ കൊണ്ട് എഴുതി തന്നില്ലേ, എന്ത് തിരുകേശാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല, അതാണ് ഞങ്ങളെ വാദം എന്ന്. അപ്പൊ അതെങ്ങനെ വാദായത്? ആ സംവാദം നടക്കാൻ വേണ്ടിയാണെങ്കിൽ അത്രയൊന്നും പോണ്ടല്ലോ. നമ്മൾ നേരത്തെ എഴുത്തുകുത്തുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്താൻ പോരായിരുന്നു. അതുകൊണ്ട് ഒറ്റ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ, ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ആളുകളുടെ ഇടയിൽ ഞങ്ങളൊക്കെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വരുത്താനൊക്കെ ശ്രമിക്കുമ്പോ ആ ശ്രമം നടത്തണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഓരോ വിഷയത്തിന്റെയും ഞങ്ങൾ തീർത്തു പറയുന്നു, AP ഗ്രൂപ്പിലുള്ള ഒരൊറ്റ പണ്ഡിതനും ബഹുമാനപ്പെട്ട മർക്കസിൽ സൂക്ഷിച്ച തിരുകേശം അത് ബറക്കത്തെടുക്കപ്പെടാൻ പറ്റുമെന്ന വിഷയത്തിൽ തർക്കമില്ല. ആ അർത്ഥത്തിൽ ഞങ്ങളുടെ ഒരാളുടെയും ചർച്ചയെ കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇനി വ്യക്തിപരമായി എന്റെ വിഷയം, അവിടെ ഞാൻ 10,000 കുതിരശക്തിയോടുകൂടെ വെല്ലുവിളിക്കുന്നു, മർക്കസിലെ തിരുകേശം ബറക്കത്തെടുക്കാൻ പറ്റാത്തതാണ് എന്ന് ഞാൻ പറഞ്ഞത് തെളിയിച്ചാൽ ഹലാലായ നിക്കാഹിലുണ്ടായ ആർക്കും ആ ഒരു ചർച്ചയിലേക്ക് സ്വാഗതമെന്ന് മാത്രം അത് സംബന്ധമായി സൂചിപ്പിക്കാൻ. അതുകൊണ്ട് നിരുത്തരവാദപരമായി സ്റ്റേജിൽ കയറുന്ന പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ സംസാരിക്കരുത്. നിങ്ങൾ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ, ഒരാളെ ബലിയാടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോ പിന്നെ നിങ്ങൾ നോക്കി, നിങ്ങൾ രാമന്തളിന്റെ ചുമതല നടക്കണേ. ആലോചിച്ചൊക്കെ ഈ രാമന്തളി മാലോകരെ നോക്കിയിട്ട് ചാനലുകൾ മുഴുവനും കേട്ടുകൊണ്ട് മുത്തുനബിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞ ആളല്ലേ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞത്. ഏതായാലും സയദിങ്ങനെ കാത്തിരിക്കായിരുന്നു ആ സക്കറാത്തിന്റെ ഹാലില്. ഇനിയൊന്നും രക്ഷപ്പെടാൻ മാർഗില്ലാത്ത രീതിയിൽ പാവം കുടിച്ചോളൂ വെള്ളം. പാവം സയദി ഇത്ര പ്രായത്തിന്റെ ഒരു കുട്ടിയുടെ തമ്മീസ് കൂടെ നിങ്ങൾക്കുണ്ടായില്ലല്ലോ. ഞാൻ ചോദിക്കുന്നു, ദിശാന്മായുമായിട്ടുള്ള ക്ലിപ്പ് രക്ഷിതാക്ക മുൻപ് ഞങ്ങൾക്കറിയാം, പേരോടുമായിട്ടുള്ള ക്ലിപ്പ് ഇത്ര നേരം അവസരം ഇപ്പൊ അവസര പേരോടുമായിട്ടുള്ള ഇത്ര മുണ്ടായിരുന്നത് പേരോടുമായിട്ടുള്ള ക്ലിപ്പ്, പൊന്മളയുമായിട്ടുള്ള ക്ലിപ്പ്, റഷീദ് സക്കാഫിയുമായിട്ടുള്ള ക്ലിപ്പ്, KK സൈദായിട്ടുള്ള ക്ലിപ്പ്, ഇത് വെച്ച് തുറന്നോട് ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? ആ മുഴുവൻ ക്ലിപ്പുകളും വെച്ചുകൊണ്ട് സംസാരിക്കാൻ റഷീദ് സക്കാഫിക്ക് ധൈര്യമുണ്ടോ? KK സൈദിക്ക് ധൈര്യമുണ്ടോ? ഹലാലൊക്കെ പിന്നെ നിങ്ങളെ സ്വയം ശൈലിയാണ്. അത് ഞങ്ങൾ പറയണ്ടല്ലോ, അട്ടപ്പാടെ എടുത്താണല്ലോ, അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതൊന്നും ഞങ്ങളെ പറഞ്ഞ ശൈലിയല്ല. ആ വാക്കുള്ള ശൈലി KK സൈദി തമ്മീതുണ്ടെന്ന് പറഞ്ഞ പോരാ, അത് വാക്കിലും കാണണം, പ്രവർത്തനത്തിലും കാണണം. അത് നിങ്ങളെപ്പോലെ SGവിനൊക്കെ ചെയർമാനായിരിക്കുന്ന താങ്കളുടെ നാളോട് വരുന്ന വാക്കായിരുന്നില്ല. ഇത്രയും നേരം ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ഈ വാക്ക് കിട്ടിയത് പാവം. നിങ്ങൾ കാര്യം ആലോചിക്കുമ്പോൾ
ദുഃഖം തോന്നിപ്പോകുന്നു. കണ്ടോ റഷീദ് സഖാഫിന്റെ കാര്യം, പാവം തോന്നിപ്പോകുന്നു. ഏതായാലും ഇതോടെ അവസാനിക്കുമ്പോൾ ബാലോകരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞതും പള്ളിക്കുന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ സംവാദത്തിൽ വെച്ചുകൊണ്ട് തുറന്നു ഞങ്ങൾ പള്ളിക്കുന്ന് വെച്ചുകൊണ്ട് പരസ്യമായി പറഞ്ഞത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ആണെന്ന് പറയാൻ റഷീദ് സഖാഫി സാധിച്ചോ? നിങ്ങൾക്ക് നിങ്ങളെ മിണ്ടാ സമയത്തുള്ള മറ്റേ സഖാഫി ഇരിക്കവിടെ എന്ന് പറഞ്ഞ് കെട്ടിയിട്ടില്ലേ? എന്നിട്ട് ഇപ്പൊ പറഞ്ഞ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു വന്നു. എന്തേ തീരുമാനിക്കേണ്ടി വന്നത്? പാവം വല്ലാത്ത കഥ. 10,000 കുതിരശക്തിക്ക് എവിടെ പോയി റഷീദ് സഖാഫി? പിന്നെ ഞങ്ങൾ രണ്ടാമതേതീതം മൂന്നാമതേതീതം ഈ സംവാദം നടക്കുന്ന ആഗ്രഹം കൊണ്ട് ഞങ്ങൾ വീണ്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. 3 വട്ടം ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഇത് നടക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളൊരു അല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. മാത്രമല്ല പിന്നെ സാലിബക്കുല്ലിയുടെ കഥ, സഖാബി ഇവിടെ പോയ കഥ കണ്ടില്ല. സാലിബക്കുല്ലി എന്നും ഇവർക്കറിയോ? മൗലു എന്നും ഇവർക്കറിയോ? മഹ്മൂദ് എന്നറിയോ? ഇതൊന്നും അറിയാതെ പിന്നെ ഒരു മൂജ ജുസിക്ക് കടന്നു. പാവം സാധു സഖാബി ഇതെന്താ വിചാരിച്ചത്? തന്റെ മുന്നിലുള്ള ആ കുട്ടികളെ വിചാരിച്ചല്ലേ? നടക്കൂല സഖാഫി, നടക്കൂല. അതുകൊണ്ടാണ് സംവാദത്തിക്ക് വരികയെന്ന് പറഞ്ഞത്. സംവാദത്തിൽ സമർത്ഥിക്കാൻ കഴിയോ ഇല്ലെന്നുള്ളത് ഞങ്ങളുടെ കഴിവ് അവിടെയാണ് തെളിയിക്കേണ്ടത്. അതല്ല വാദം. സമർത്ഥിക്കാൻ കഴിയില്ലെന്നല്ല. ഞാൻ ചോദിച്ചല്ലോ, സഖാഫി നേരത്തെ പറഞ്ഞ ഒരാളെ ബാപ്പയാണോ എന്ന സംശയം വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ആദ്യം ആണത്തുള്ള സന്താനം എന്താ പറയേണ്ടത്? അതെന്റെ വാപ്പയാണ്, എന്റെ വാപ്പയാണ് എന്ന് പറയേണ്ട സഖാഫി തെളിവ് അറിയാ. നിങ്ങൾക്ക് കഴിഞ്ഞോ? കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ്, റസൂലുള്ളാഹിന്റെ തിരുകേശമാണ് പറയാൻ കഴിഞ്ഞോ സഖാഫി? സാധിച്ചില്ല നിങ്ങൾക്ക്. ഈ സഖാഫി കഴിഞ്ഞില്ല. പിന്നെ പാവര അരീർ സഖാഫി ഉണ്ട്, എല്ലായിടത്തും പോയി പ്രസംഗിക്കും. ഇവിടെ വന്നപ്പോൾ മുബർമണിന്ന ബൈക്കെടുക്കരുത് ഇത് പറയാനല്ലാതെ എണീറ്റ് നിൽക്കാൻ കഴിയുമോ? അരീർ സഖാഫി പാലോടുന്ന് മുങ്ങിയതല്ലേ? നിങ്ങൾക്ക് എന്റെ ഉസ്താദ് നടക്കണല്ലേ? റഷീദ് സഖാഫിക്ക് എല്ലായിടത്തും പറ്റാറുണ്ട്. മൂപ്പറ ഞാൻ കിതാബ് എഴുതി കൊടുത്താളത്രേ. മൂപ്പർ എനിക്ക് കിതാബ് എഴുതി തന്നത്. പലരും പറയാ ഞാൻ സുന്നത്തെ ഭാഗത്ത് പഠിപ്പിച്ചതാണ്. ധൈര്യമുണ്ടോ റഷീദ് സഖാഫിന്റെ എവിടെയെങ്കിലും അടുക്കി വന്നിട്ട് ഒരു കിതാബ് ഞാൻ ഓതി ഉണ്ടെന്ന്, അല്ലെങ്കിൽ റഷീദ് സഖാഫിന് ഒരു ഇൽമു പഠിച്ചെന്ന് പറയാൻ കഴിയോ? എനിക്ക് ആരത്ത് പഠിക്കുന്ന മടിയൊന്നുമില്ല. പക്ഷെ ഇല്ലാത്ത കഥകൾ പറഞ്ഞു നടക്കരുത്, ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ പൊന്നിയാകുഷി ജോലി ചെയ്യുമ്പോൾ അവിടെയും ഇത് പ്രചരിപ്പിച്ചു. റഷീദ് സഖാഫിന് കിതാബ് ഓതി പഠിച്ചാളാണ്, അവിടെ സുന്നത്തെ ഭാഗത്ത് പഠിച്ചാളാണ്. ഒന്ന് തെളിയിക്കാൻ കഴിയോ? കഴിയില്ല കൂട്ടരെ, കഴിയില്ല. ഇല്ലാത്ത വാദങ്ങൾ പറഞ്ഞു നടക്കരുത്. നിങ്ങൾക്കൊന്നിനും കഴിയില്ല. ആ കേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് തിരുകേശമാണെന്ന് പറയാൻ ഈ കൂട്ടത്തിൽ ഒരു സഖാഫിക്കോ ഒരു സാദിക്കോ ഒരാൾക്കും സാധിച്ചില്ല. ഇലാ യൗമിൽ ഖിയാമ ഇത് സാധ്യമല്ല. എല്ലാവരും കാണുന്നു, ലോകം മൊത്തം കാണുന്നു. ഞങ്ങൾ ചോദിച്ച ഒരേ ഒരു ചോദ്യം ആണോ അല്ലേ? അന്ന് പള്ളിക്കുന്നിൽ ചോദിച്ചു, വീണ്ടും ഞങ്ങൾ വ്യവസ്ഥയിൽ ഞങ്ങൾ തന്ന വാദത്തിൽ ചോദിച്ചു ആണോ അല്ലേ? എല്ലാവർക്കും കാണാൻ കഴിയുന്ന കാര്യമാണ്. ഒരേ ഒരു വാക്കേ പറയേണ്ടുന്നുള്ളൂ, ആണ് എന്ന് പറയാൻ. എന്തേ റഷീദ് സഖാഫി ധൈര്യം കാണിക്കാത്തത്? ഉണ്ടെങ്കിലേ ഇത് ഞങ്ങൾ ഇനിയും തയ്യാറാ. ഞങ്ങൾ ചോദിച്ചതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കണ്ടോ ഒരു അന്തസ്സുണ്ടോ? ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ കണ്ടോ ഹാലളകി സഖാഫികൾക്ക് ഇളകും. ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കണ്ടോ തമ്മീസില്ലാത്ത കുട്ടികള് കണ്ടോ? തമ്മീസില്ലാത്ത കുട്ടികളെ നേന്തിരിക്കു സൈദി ചിരിച്ചാ പോരാ, നേന്തിരിക്കൂ. നിങ്ങൾ കുട്ടികൾക്ക് ഇതാ തമ്മീസില്ല, നേന്തിരിച്ചു കൊടുക്കൂ. ഞങ്ങൾ തീർത്ത് വീണ്ടും പറയുന്നു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സഖാഫിന്റെ മുഖത്തുണ്ടോ? വിഷമമുണ്ട്, പ്രയാസമുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹി തങ്ങളല്ല. നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ആണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ വീണ്ടും കൊണ്ട് ചോദിക്കുന്നു. എന്നിട്ട് വേണം ഈ സഖാഫിയുടെ ഉസ്താദ് പകരക്കാരൻ സഖാഫിയുടെ സ്വപ്നക്കഥകളൊക്കെ ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഹക്ക് കാണിച്ചു തരുമാറാവട്ടെ, സത്യത്തിന് പറയാൻ സൗഭാഗ്യം നൽകുമാറാവട്ടെ, മനസ്സിൽ പറയുന്നവരിന് പുറത്തു പറയാൻ സൗഭാഗ്യം അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം